നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ വിശുദ്ധ ദിവസം പിന്നെയും നമുക്ക് ദൈവസന്നിധിയിൽ ഒത്തുകൂടുവാൻ കൃപാലുവായ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം പുതിയ നിയമ ആരാധനയിൽ നൃത്തമുണ്ടോ, അതുപോലെ തന്നെ പഴയ നിയമ ആരാധനയിൽ നൃത്തമുണ്ടോ, ഇസ്രായേൽ ദൈവസന്നിധിയിൽ നൃത്തം ചെയ്തെന്നൊക്കെ വായിക്കുന്നുണ്ടല്ലോ. അത് എപ്പോൾ, എവിടെ, എങ്ങനെ, 149 സങ്കീർത്തനം, 150 സങ്കീർത്തനം മുതലായ സങ്കീർത്തനങ്ങളിൽ ആ കാര്യത്തെ എടുത്തു പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഈ കാര്യങ്ങളൊക്കെയാണ് കുറേ ആഴ്ചകളായി നാം ചിന്തിച്ചത്. അതിലേക്ക് നമ്മളെ നയിച്ചത് ചില ഇൻസിഡൻസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതുമായി ബന്ധപ്പെട്ട കുറേ മെസ്സേജുകൾ മുൻപ് കിടപ്പുണ്ട്. ആ മെസ്സേജുകളുടെ തുടർച്ച എന്നോണമാണ് നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഇന്ന് ആ കാര്യങ്ങളെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും സമയക്കുറവുണ്ട്, പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ദീർഘമായ ഈ ആഴ്ചകൾ 1-2 മാസം തന്നെ എടുത്തെന്ന് എനിക്ക് തോന്നുന്നത് നൃത്തത്തെക്കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കി. ഇതിനോടുള്ള ബന്ധത്തിലാണ് പഴയ നിയമ ആരാധന എങ്ങനെയാണ്, പുതിയ നിയമ ആരാധന എങ്ങനെയാണ്, ആരാധനയിൽ നൃത്തമുണ്ടോ ഇത്യാദി കാര്യങ്ങളൊക്കെ അടുത്ത് നിന്ന് കണ്ടത്. പഴയ നിയമ ആരാധനയെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇസ്രായേലിൻ്റെ പുരോഹിതന്മാർ സമാഗമന കൂടാരത്തിൻ്റെ അല്ലെങ്കിൽ പിന്നത്തേതിൽ യെരൂശലേം ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് അവിടെയുള്ള സുഗന്ധ ധൂപപീഠത്തിൽ പരിമള ധൂപാർപ്പണം നടത്തും. അതാണ് നമ്മളെന്ന് പറയുന്ന ആത്മാവിലുള്ള ആരാധനയുടെ നിഴൽ. ആ നിഴൽ പഠിക്കുമ്പോൾ അതിന് മറ്റൊരു ഭാഗവും കൂടെയുണ്ട്. അത് പുതിയ നിയമ ഭക്തന്മാരെ സംബന്ധിച്ച് അത് മധ്യസ്ഥ പ്രാർത്ഥനയും കൂടെ കാണിക്കുന്നു, ഇൻറ്റർസെസറി പ്രയറിനെയും കൂടെ കാണിക്കുന്നു. അങ്ങനെ 2 കാര്യമാണ് ഇൻസെൻസ് ഓൾട്ടറിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. 2 കാര്യങ്ങളാണ്. അതിൽ മധ്യസ്ഥ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആത്മാവിലുള്ള ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചു മുന്നോട്ട് പോയത്. അപ്പോൾ ഒത്തിരി ആർഗ്യുമെൻറ്റ്സ് ഒക്കെ വന്നിരുന്നു. നിങ്ങളെന്തിനാ പഴയ നിയമത്തിലെ കാര്യങ്ങൾ പറയുന്നത്? പഴയ നിയമവുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ടൈം വേസ്റ്റ് അല്ലേ എന്നൊക്കെ ചോദിച്ചതിൻ്റെ മറുപടി എന്നോണം നമ്മൾ റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിലുള്ളൊരു വാക്യത്തിൽ കണ്ടു. ഈ ആരാധനയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും പ്രമാണങ്ങളും വാക്തത്വങ്ങളും ഒക്കെ കൊടുത്തത് ഇസ്രായേലിനാണ് എന്ന് നമ്മൾ പല ആഴ്ചകളായി വായിച്ചു. പിന്നീട് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടു ആദ്യ ഉടമ്പടിയിലെ ആരാധനയ്ക്ക് വിശേഷപ്പെട്ട ചട്ടങ്ങളും പ്രമാണങ്ങളും ഉണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് അവർ ആരാധിച്ചുകൊണ്ടിരുന്നത്. ആരാധനയോടുള്ള ബന്ധത്തിൽ അവരുടെ പുരോഹിതന്മാർ കടന്നു വന്ന് ശുദ്ധീകരണം പ്രാപിക്കും. പിന്നത്തേതിൽ അവർ യാഗം അർപ്പിക്കും. യാഗരക്തവുമായി അകത്തേക്ക് വരും. അത് കഴിഞ്ഞ് സുഗന്ധ ധൂപപീഠത്തിൽ പരിമള ധൂപം അർപ്പിക്കും. അങ്ങനെയാണ് അവരുടെ ശുശ്രൂഷകളുടെ ക്രമീകരണം. യാഗപീഠത്തിൽ ആരംഭിച്ച് ധൂപപീഠത്തിൽ അവസാനിക്കുന്ന ആ ഒരു നിലയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആ ശുശ്രൂഷകൾ മുൻപോട്ട് പോകുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചപ്പോൾ ഇടയ്ക്ക് 1-2 വാക്യങ്ങളും കൂടെ കണ്ടു. ഇസ്രായേലിന് അവർക്ക് ബോധിക്കുന്ന ഇടങ്ങളിലൊന്നും അവരുടെ ഹോമയാഗം അർപ്പിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ യാഗങ്ങളൊക്കെ നിയമപ്രകാരം പ്രമാണപ്രകാരം അർപ്പിക്കണമെന്നും ചില വാക്യങ്ങൾ കണ്ടു. ആ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ധൂപപീഠത്തിൽ സുഗന്ധധൂപം അർപ്പിക്കുമ്പോൾ അതിന് വേണ്ടുന്നതായ തീക്കനൽ യാഗപീഠത്തിൽ നിന്നാണ് കൊണ്ടുവരേണ്ടത്. യാഗപീഠത്തിൽ നിന്നുള്ള തീക്കനൽ ധൂപപീഠത്തിൽ നിരത്തിയിട്ട് അതിന് മുകളിലാണ് സുഗന്ധവർഗ്ഗങ്ങൾ നേർമയായി പൊടിച്ച് നിരത്തേണ്ടത്. അവിടെ ആ തീക്കനലിന് മുകളിൽ സുഗന്ധ വസ്തുക്കൾ കത്താൻ ആരംഭിക്കുന്നു. കത്തുക മീൻസ് നീറി പുകയാണല്ലോ. അങ്ങനെ ഉയർന്നു വരുന്ന ആ സുഗന്ധ ധൂപം, ആ ധൂപം സ്വർഗത്തിലേക്ക് ഉയരുന്നു. അതിനൊരു ചോദ്യം എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ചോദിച്ചിരുന്നു. അങ്ങനെ സുഗന്ധധൂപം ദൂതന്മാരാണ് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് വാക്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അതിന് ഡയറക്റ്റ് വാക്യങ്ങളില്ല. വെളിപ്പാട് പുസ്തകത്തിൽ അതിനെക്കുറിച്ചുള്ള സൂചനയുണ്ട്. 8-ാം അധ്യായത്തിൽ സ്വർഗദൂതന്മാരാണ് ഈ ധൂപം ദൈവസന്നിധിയിൽ എത്തിക്കുന്നത്. അതുപോലെ അവരുടെ പ്രാർത്ഥന എല്ലാം ദൈവസന്നിധിയിൽ എത്തിക്കുന്ന ദൂതന്മാരാണെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താ? പഴയ നിയമ ഭക്തന്മാരുടെ ആരാധനയാകട്ടെ, അഥവാ ധൂപമാകട്ടെ, അവരുടെ പ്രാർത്ഥനയാകട്ടെ, അവരുടെ മധ്യസ്ഥതയാകട്ടെ, എന്തും ദൈവസന്നിധിയിലേക്ക് കടന്നു പോകില്ല. പോകണമെങ്കിൽ സ്വർഗദൂതന്മാരത് കൊണ്ടുപോകണം. അതിൻ്റെ കാരണം 2-ാം സ്വർഗത്തിൻ്റെ അധിപതിയായ സൈറ്റാൻ അവൻ്റെ അധികാരത്തിൽ അവിടെ വിലസുന്നു. അതിലൂടെ ഈ പറയുന്ന ധൂപം ഒന്നും കടന്നു പോവില്ല. അങ്ങനെ കടന്നു പോകണമെങ്കിൽ സ്വർഗദൂതന്മാരുടെ സപ്പോർട്ട് ആവശ്യമാണ്. അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരവെന്ന് പറയുന്നത്. 2-ാം സ്വർഗത്തിലൂടെ ഈ പറഞ്ഞ ഒന്നും കടന്നു പോകില്ല. അപ്പോൾ ഇന്ന് 2-ാം സ്വർഗത്തിൻ്റെ അധികാരി എന്ന് പറയുന്ന ഈ സൈറ്റാനെ ആയുധവർഗം വെച്ച് അവരെ ആയുധവർഗം വെപ്പിച്ച് അവനെ പരസ്യക്കോലമാക്കി അവരെ പരാജയപ്പെടുത്തിയ നസ്രായന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ രക്തത്തിൻ്റെ മറവിലാണ് നമ്മൾ ആരാധിക്കുന്നത്. സാത്താൻ ഭയന്നു പോകും.
ആ രക്തത്തിൻ്റെ മറവിലിരുന്നു കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ പിതാവായ ദൈവത്തെ ആരാധിക്കുമ്പോൾ, നമ്മൾ ചുമ്മാ ഒരു സ്തോത്രം പറയുമ്പോൾ ക്ഷണനേരം കൊണ്ട് കോടാനുകോടി പ്രകാശവർഷം അപ്പുറേ ഉത്തരഗിരിയായ സിയോനിലേക്ക്, മൂന്നാം സ്വർഗത്തിലേക്ക് നമ്മുടെ സ്തുതിയും സ്തോത്രവും എത്തിച്ചേരും. ഒരു ദൂതൻ്റെ സപ്പോർട്ട് വേണ്ട, പിന്തുണയും വേണ്ട. അതാണ് പുതുനിയമ ഭക്തൻ്റെ പ്രിവിലേജ് എന്ന് പറയുന്നത്. ഒരു പുതുനിയമ ഭക്തനായിരിക്കുക, പുതുനിയമത്തിൻ്റെ ആരാധനക്കാരനായിരിക്കുക എന്നൊക്കെ പറയുന്ന ഭാഗ്യാവസ്ഥയാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾ ഭാഗ്യാവസ്ഥ പറയണമെങ്കിൽ വിസയും കിട്ടണം. പെന്തക്കോസ്തി വന്ന് സത്യാരാധനയിൽ ആത്മാവിൽ സന്തോഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരുവന് അവനെ ഭാഗ്യവാനെന്ന് വിളിക്കണമെങ്കിൽ അവന് വിസ കിട്ടി ന്യൂയോർക്കിലെത്തണം. വൈറ്റ് ഹൗസിൽ എന്തെങ്കിലും അടിച്ചുതലി കിട്ടിയാലും മതി. ട്രംപച്ചായൻ്റെയും മെലാനി കൊച്ചമ്മയുടെ അടുക്കൽ അടിച്ചുതലിക്കാരിയായിട്ട് നിന്നാൽ പോലും അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലേ? മലയാളക്കരയിൽ ഒരു കുടിലില്ല വസിക്കുന്നതെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് വലിയവനായ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആ സ്തുതി സ്തോത്ര യാഗങ്ങൾ ക്ഷണനേരം കൊണ്ട് രണ്ടാം സ്വർഗവും മൂന്നാം സ്വർഗവും കടന്ന് സ്വർഗാദി സ്വർഗത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ആ പ്രിവിലേജ് ഒരു ഭയങ്കരമല്ലേ? ഏതൊരു ഭാഗ്യാവസ്ഥയാണ്. എൻ്റെ സ്വരം എൻ്റെ ദൈവം കേൾക്കുന്നു, എൻ്റെ ആരാധന അവിടെ നിന്ന് സ്വീകരിക്കുന്നു, അവിടെ നിന്ന് തൻ്റെ സാന്നിധ്യം കൊണ്ട് എന്നെ ബലപ്പെടുത്തുന്നു, ധൈര്യപ്പെടുത്തുന്നു. അത് ഗൗരവമായ കാര്യമല്ലേ? ഞാൻ ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുന്നു. അങ്ങനെ ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും ആത്മാവിൽ ആരാധിച്ചും മുൻപോട്ട് വരുമ്പോൾ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് എന്നെ നിറയ്ക്കുന്നത് അതൊരു അക്നോളജ്മെൻ്റ് ആയിട്ട് കൂട്ടുക. നമ്മൾ ചില സർക്കാർ സംവിധാനങ്ങളിലൂടെ കത്തൊക്കെ അയക്കുമ്പോൾ അതിൻ്റെ അക്നോളജ്മെൻറ്റ് തിരിച്ചു വരുമല്ലോ, ആ കാർഡ് തിരിച്ചു വരുമല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ്. നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടുന്ന് നമ്മെ സ്പർശിക്കുകയാണ്. അവിടുന്ന് നമ്മെ സ്പർശിക്കുമ്പോൾ തൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ പകരുമ്പോൾ അവിടെ നമ്മൾ ബലമേറ്റെടുക്കുകയാണ്. അവിടെ നമ്മൾ ആത്മാവിൽ കരുത്തുറ്റവരായി മാറുകയാണ്, ആത്മാവിൽ നിറയുകയാണ്, ആത്മസന്തോഷം കൊണ്ട് നമ്മൾ നിറയുകയാണ്. അങ്ങനത്തെ അനുഭവങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. അതിനൊരു വിസ കിട്ടി ന്യൂയോർക്കിലൊന്നും പോകണ്ടെന്നേ. വിസയൊന്നും കിട്ടി ന്യൂയോർക്കിൽ പോകണ്ട, ന്യൂസിലാൻഡിലും പോകണ്ട, ഒരു ലാൻഡിലും പോകണ്ട. എവിടെ ഇരിക്കുന്നോ അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമ്മൾ എന്ന് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചോ അന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറി. അതിനു മുമ്പ് അസാരം ചവിക്കപ്പെട്ടവരായിട്ട് വേണേൽ കൂട്ടാം, അല്ലേ? സാത്താൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റിക്കൊണ്ട് അവൻ്റെ ഇംഗിതത്തിനനുസരിച്ച് അങ്ങനെ ജീവിച്ചു പോയ ആൾക്കാരാ. ജഡത്തിനും മനോവികാരത്തിനും ഇച്ഛകൾക്കും ഇമ്പങ്ങൾക്കും അനുസരിച്ച് ജീവിച്ചു പോയ ആ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ വിളിക്കാം? ചുമ്മാ ചപിക്കപ്പെട്ടൊരു കാലഘട്ടം എന്ന് വിളിക്കാം. അപ്പോൾ ഇപ്പോൾ കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയാൽ കഴുകൽ പ്രാപിച്ചു. പിന്നെയോ ഇപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, ത്രിയേകനാം ദൈവം എന്നെ നടത്തുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതും ചവിക്കപ്പെട്ടതാണോ? അതും ചവിക്കപ്പെട്ടതാണ്. ആരാ പറഞ്ഞു തന്നേ? മറ്റേ പുള്ളിയില്ലേ, മറ്റേ പുള്ളിക്ക് നെല്ലിക്കാത്തളം വെക്കാനുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. നെല്ലിക്കാത്തളം വെക്കണ്ടേ? നമ്മുടെ ബാംഗ്ലൂരിലെ അച്ചായി ചിലപ്പോൾ പറയും എന്നാലും ചവിക്കപ്പെട്ടതാന്ന്. അതിന് പുള്ളിക്ക് നെല്ലിക്കാത്തളം വെക്കുക എന്നുള്ളത് മാത്രമേ എനിക്കിപ്പോൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെയാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ദൈവവചനത്തിൻ്റെ വല്ല വ്യവസ്ഥയും വല്ല കാര്യങ്ങളും അറിഞ്ഞിട്ടാണോ ഈ ഇടപാടുമൊക്കെ ആയിട്ട് ഈ പുള്ളിയൊക്കെ നടക്കുന്നത്? എത്രയോ പേരാ അങ്ങനത്തെ കുഴികളിൽ വീഴുന്നത്. അനേകർ അത്തരം അച്ചായിമാരുടെ അടുക്കലൊക്കെ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. എങ്ങനെയാ മനുഷ്യരെയൊക്കെ രക്ഷിച്ചെടുക്കുമെന്ന് തമ്പുരാനറിയാം. ഒരുപക്ഷെ കൈവിടപ്പെട്ട കേസുകളായിരിക്കാം, അങ്ങനെയും ചിന്തിക്കാം. കൈവിടപ്പെട്ട കേസുകളൊക്കെ ചെന്ന് അടിയുന്ന ഇടമായിരിക്കും അതൊക്കെ. അതുകൊണ്ടായിരിക്കും പുള്ളി തന്നെ പറയുന്നത് തൻ്റെ കൂടെയുള്ളതെല്ലാം ചപിക്കപ്പെട്ടതാണ്, ഏറിയ പങ്കും ചപിക്കപ്പെട്ടതാണ്. അല്ലാത്ത ആൾക്കാർ അനുഗ്രഹിക്കപ്പെട്ടവരും ഈ സത്യപാതയിൽ ഇറങ്ങിത്തിരിച്ച് ഈ ഭാഗ്യാവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന ആരെങ്കിലും അങ്ങേരുടെ കൂട്ടത്തിൽ പോയിരിക്കുമോ? വിവേകമുള്ളവർ പോയിരിക്കില്ല. ഇടയ്ക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഇന്ന് നമ്മളായിരിക്കുന്ന വലിയ ഭാഗ്യാവസ്ഥയാണ് ഈ സത്യാരാധനയ്ക്ക് വിളിക്കപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ ആരാധനയും പുതിയ നിയമത്തിൻ്റെ ആരാധനയും ഒക്കെ ചേർത്ത് വെച്ചാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പുറപ്പാട് ദിവസം 30-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം വായിച്ചിട്ട് അല്പം ചില കാര്യങ്ങൾ പറഞ്ഞു. അതിനോട് ചേർത്ത് ചിലതും കൂടെ പൂരിപ്പിക്കാനുണ്ട്. ആ വാക്യം നമുക്ക് ഒന്നോടെ വായിക്കാം. എക്സോഡസ് ചാപ്റ്റർ 30 വേഴ്സ് 34. പുറപ്പാട് ദിവസം 30-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം. 34, 35 ചേർത്തങ്ങ് വായിച്ചോ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, ഈ നറും പശ, ഗുൽഗുലു, അൽബാന പശ എന്നീ സുഗന്ധവർഗവും നിർമ്മല സാമ്പ്രാണിയും എടുക്കണം. എല്ലാം ഒരുപോലെ തൂക്കമായിരിക്കണം. അതിൽ ഉപ്പും ചേർത്ത് തൈലക്കാരന്റെ വിദ്യ പ്രകാരം നിർമ്മലവും വിശുദ്ധമായ ധൂപവർഗമാക്കണം. അപ്പൊ സഹോദരങ്ങളെ, ഈ വായിച്ച ഈ വാക്യം
വളരെ ഗൗരവമായൊരു വാക്യമാണെന്ന് ഞാൻ 2-3 ആഴ്ചയായി പറയുന്നുണ്ട്. പെട്ടെന്ന് ഇത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഒന്നും മനസ്സിലാകാൻ സാധ്യതയില്ല. ദൈവവചനം ആഴത്തിൽ പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നവർക്കാണ് ഈ വിഷയങ്ങളുടെ ഗൗരവം മനസ്സിലാകുന്നത്. ഈ കാര്യങ്ങളെ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൽപ്പിച്ചാക്കിയത് ഹോരേബി വെച്ചാണ്. അവിടെ വെച്ച് മോശ വഴി ഈ കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കി. എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇസ്രായേൽ അവരുടെ ആരാധനയോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ആരാധനയോടുള്ള ബന്ധത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഇതിന് മുൻപുള്ള ചാപ്റ്ററുകളിൽ പറയുന്നുണ്ട്. അതെല്ലാം പറഞ്ഞു വന്നിട്ടാണ് പറയുന്നത്. സുഗന്ധ ധൂപപീഠത്തിൽ ഈ പറയപ്പെടുന്ന 4 വിധ സുഗന്ധവർഗ്ഗങ്ങളും പ്ലസ് ഉപ്പും കൂടെ ചേർത്ത് അങ്ങനെ 5 വസ്തുക്കളെ നേർമയായി പൊടിച്ച് ധൂപപീഠത്തിൽ കൊണ്ടുവരണമെന്നുള്ള കാര്യം പറയുന്നത്. ഇതൊരു പുതിയ നിയമ ക്രിസ്ത്യാനി വായിക്കുമ്പോൾ അവൻ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാനുള്ളത്? ധൂപപീഠത്തിൽ അർപ്പിക്കുന്ന ഈ വസ്തുക്കളെല്ലാം വലിയ വിലപിടിപ്പുള്ള കാര്യങ്ങളാണ്. അതുപോലെ പുതിയ നിയമ ഭക്തന്മാർ ദൈവസന്നിധിയിൽ ആരാധിക്കാൻ വരുമ്പോൾ വില കൊടുത്ത് ആരാധിക്കണം. വില കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്വോത്രകാഴ്ച പാത്രത്തിൽ അല്ലെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന ആ സ്വൈപ്പിംഗ് മെഷീനിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകുന്ന ആ പരിപാടിയല്ല വില കൊടുക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം ബലിപീഠത്തിലായിരിക്കണം. നമ്മൾ സമർപ്പിതരായിരിക്കണം. സമർപ്പിതൻ്റെ ജീവിതത്തിൽ ദൈവം പലവിധമായ കാര്യങ്ങൾ അനുവദിക്കും. സത്യാരാധനയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കും. അങ്ങനെ ഒരുക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇവിടെ പറയപ്പെടുന്ന 4 വിധ സുഗന്ധവർഗ്ഗങ്ങളിൽ ആദ്യം കണ്ടത് നറുംപശയാണ്, നറുംപശ. പിന്നെ കണ്ടത് ഗുൽഗുലു, അത് കഴിഞ്ഞ് ഹൽബാനപ്പശ, പിന്നീട് നിർമ്മല സാമ്പ്രാണി, അത് കഴിഞ്ഞാണല്ലോ ഉപ്പ് കണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളുടെ ടാബർനാക്കിൾ സ്റ്റഡിയിൽ വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ മെസ്സേജുകളൊക്കെ പോഡ്കാസ്റ്റിലുണ്ട്. ഓഡിയോ മെസ്സേജ് എന്ന നിലയിലാണെന്ന് മാത്രം. അത് മാത്രമല്ല, ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചും കൂടെ വിശദമായ നിലയിൽ നമ്മുടെ സാറ്റർഡേ മീറ്റിങ്ങിൽ കർത്താവ് വരാൻ താമസിച്ചാൽ ഈ വർഷാവസാനമെങ്കിലും പറയണമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. കുറച്ചും കൂടെ വിശദമായ നിലയിൽ. ഇവിടെ ഇപ്പം നമ്മളിത് ഓടിച്ചു പറയുകയാണ്. എന്നാൽ ആ സമയം വരുമ്പോൾ അവിടെ കുറച്ച് വിശദമായി പറയാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്, അതിൻ്റെ എല്ലാ വശങ്ങളും. അപ്പോൾ ഇന്ന് അതുകൊണ്ട് ഞാൻ അധികം വിശദമാക്കുന്നതിൽ ഓടിച്ചു പറയുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ കണ്ടത്? ഈ സ്റ്റൊറാക്സ് എന്ന് പറയുന്ന ഒരു കുറ്റിച്ചെടിയിൽ നിന്നാണ് അതിൻ്റെ ആ ഒരു മരക്കറ എടുക്കുന്നത്. ആ മരക്കറ എടുത്തിട്ട് അത് പിന്നീട് പ്രോസസ്സ് ചെയ്ത് അത് പിന്നീട് പൗഡർ രൂപത്തിലേക്ക് ആക്കി. അങ്ങനെയാണ് ഈ നറുപശ എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ നറും പശ എന്ന് പറഞ്ഞാൽ അങ്ങനെ പശയായിട്ടല്ല, അത് പ്രോസസ്സിങ്ങിലൂടെ പൗഡറാക്കി എടുക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ കണ്ടത്, അത് കഴിഞ്ഞ് രണ്ടാമത് കണ്ടത് ഗുൽഗുലു ആണ്. ആ ഗുൽഗുലു എന്ന് പറയുന്നത് ഒരുതരം ചിപ്പി പോലെയുള്ള അല്ലെങ്കിൽ ഈ കക്ക പോലെയുള്ള വസ്തുവാണ്. അത് ചെങ്കടലിൽ നിന്നാണ് ലഭിക്കുന്നത്. ചെങ്കടലിൽ നിന്ന് അത് വലയൊക്കെ വെച്ച് പിടിച്ചുകൊണ്ട് വരുവാനായിട്ട് ആളുകളുണ്ട്. അത്തരം ആളുകൾ ആ കാര്യങ്ങളെ കൊണ്ടുവന്ന് അതിൻ്റെ പുറന്തോട് പൊട്ടിച്ച് അതിനകത്തുള്ള ദ്രാവകം പുറത്തെടുത്ത് അത് പിന്നീട് അത് ഈ പറഞ്ഞ പോലെ തന്നെ അത് തണുപ്പിച്ച് കട്ടിയാക്കി പിന്നീട് അത് പൗഡർ രൂപത്തിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെയാണ് ഗുൽഗുലുവിൽ നിന്ന് ഈ സുഗന്ധ വസ്തുവിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല, ഈ പെർഫ്യൂം ഉണ്ടാക്കാനും പെയിൻറ്റ് ഇൻഡസ്ട്രിയിലും അങ്ങനെ പലതിലും ഇതൊക്കെ ഉപയോഗിക്കും. അപ്പം നമ്മളിവിടെ കാണുന്നത് ഈ പറയപ്പെട്ട വസ്തുക്കളൊക്കെ പ്രോസസ്സ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നതും നമ്മുടെ ക്രിസ്തീയ ജീവിതവുമായി കണക്ട് ചെയ്താണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതവുമായി കണക്ട് ചെയ്ത്. മൂന്നാമത് കാണുന്നത് ഹൽബാന പശയാണ്. അതും ഈ പറഞ്ഞതുപോലെ ഒരുതരം കുറ്റിച്ചെടിയാണ്. ആ കുറ്റിച്ചെടിയിൽ നിന്നാണ് അതിൻ്റെ മരക്കറ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ആ മരക്കറ പുറത്തേക്ക് കൊണ്ടുവന്ന് അതും ഈ പറഞ്ഞ പോലെ പ്രോസസ്സ് ചെയ്ത് പിന്നീട് പൗഡർ രൂപത്തിലേക്ക് ആക്കി മാറ്റി. അങ്ങനെയാണ് ഹൽബാന പശയും ധൂപപീഠത്തിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞുള്ള കാര്യമാണ് നിർമ്മല സാമ്പ്രാണി എന്ന് പറയുന്നതാണ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത്. അതിനെയാണ് കുന്തിരിക്കം എന്നുള്ള പേരിൽ നമ്മൾ അറിയുന്നത്. ഇതൊക്കെ കോസ്റ്റ്ലിയാണ്. അത് പറഞ്ഞപ്പോഴാണ് ഒരു വാക്യം ഓർമ്മ വരുന്നത്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ ജെനസിസ് ചാപ്റ്റർ 37 വേഴ്സ് 25. അവർ ഭക്ഷണം കഴിപ്പാനിരുന്നപ്പോൾ തലപൊക്കി നോക്കി, ഗിലെയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധപ്പശയും തന്നിനായകവും ഒട്ടകപ്പുറത്ത് കയറ്റി മിസ്രൈമിലേക്ക് കൊണ്ടുപോകുന്ന ഇസ്മായിലരുടെ ഒരു യാത്രാക്കൂട്ടം വരുന്നത് കണ്ടു. ഈ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ ഈ വാക്യം വായിച്ച് എന്തിനാണെന്ന് മനസ്സിലായോ? അവിടെ എന്താ കാണുന്നത്? അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ തലപൊക്കി നോക്കി, ഗിലെയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധപ്പശയും സന്നിനായകവും ഒട്ടകപ്പുറത്ത് കയറ്റി മിസ്രൈമിലേക്ക് കൊണ്ടുപോകുന്ന ഇസ്മായിലരുടെ ഒരു യാത്രാക്കൂട്ടം വരുന്നത് കണ്ടു. ഈ ചാപ്റ്ററിൻ്റെയൊക്കെ പശ്ചാത്തലം എന്താ? അതായത് ജോസഫ് തൻ്റെ സഹോദരന്മാരെ കാണാൻ പോകുന്ന പോക്ക്. സഹോദരന്മാരവിടെ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഇസ്മായിലിയരുടെ കച്ചവട സംഘങ്ങൾ കടന്നു വരികയാണ്. അവർ കടന്നു പോകുന്ന കാര്യമാണ് പറയുന്നത്. അവർ എന്ത് കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വാക്യത്തിലൂടെ കാണുന്നത്. എന്താ കണ്ടത്?
അവർ സാമ്പ്രാണിയും സുഗന്ധപ്പശയും സന്നിനായകവും ഒക്കെ ഒട്ടകപ്പുറത്ത് കയറ്റി അങ്ങനെ പോവുകയാണ്. ആ പോക്കെന്ന് പറയുന്നത് മിസ്രൈമിലേക്കാണ്. അതായത് മിസ്രൈമിലെ കെയ്റോയിലേക്കോ അങ്ങനെ ഏതെങ്കിലും പട്ടണത്തിലേക്കൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പം അന്നത്തെ കാലത്ത് അവർ ഈ കുന്തിരിക്കവും പിന്നെ പറയുന്ന ഒന്ന് മൂര് ഈ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. അതെല്ലാം കോസ്റ്റ്ലി ആയ കാര്യങ്ങളാണ്. വലിയ ബിസിനസ്സുകാരാണ്. ഇന്നിപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാഫ്രോൺ അഥവാ കുങ്കുമപ്പൂ ഉണ്ടല്ലോ, അതിനൊക്കെ ഭയങ്കര വിലയല്ലേ. അതുപോലെ ചില സമയത്ത് നമ്മുടെ നാട്ടിലെ ഏലക്കായ്ക്ക് 5000 6000 ഒക്കെ വില വരുന്ന സമയങ്ങളുണ്ട്. ആ സമയത്തൊക്കെ ഏലത്തോട്ടത്തിന് കാവൽ നിർത്തണം, അല്ലെങ്കിൽ വല്ലവരും വന്ന് 100 ഗ്രാം പറിച്ചുകൊണ്ട് പോയാൽ മതി, കാശുതിരി പോകും. അതുപോലെ തന്നെ ചില സമയത്തൊക്കെ കുരുമുളകിന് ഭയങ്കരമായിട്ട് വില കയറുന്ന സമയമുണ്ട്. അതുപോലെ ജാതിക്ക അതിനൊക്കെ വില കയറുന്ന സമയമുണ്ട്. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിലപിടിപ്പുള്ള കാര്യങ്ങളാണ്. അത് പറയാൻ വേണ്ടി മാത്രം ആ വാക്യമൊന്ന് വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പഴയ കാലത്ത് സിൽക്ക് റൂട്ട് എന്ന് കേട്ടിട്ടില്ലേ? സിൽക്ക് റൂട്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ സാമ്പ്രാണി റൂട്ടും ഉണ്ട്. ഈ സാമ്പ്രാണി റൂട്ടും ഉണ്ട്. ആ റൂട്ടൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. സിൽക്ക് റൂട്ട് തുടങ്ങുന്ന എവിടം മുതലാണ്, അത് എവിടം വരെയാണ് എന്നുള്ളത് കാണാം. അതുപോലെ തന്നെയാണ് ഈ സാമ്പ്രാണി റൂട്ടും. അതും നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളാണ്. എനിവേ, അപ്പോൾ നമ്മൾ ആ വാക്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. അവിടെ മൂന്നാമത് കണ്ടത് ഹൽബാന പശയാണ്. ഹൽബാന പശ ഈ പറയുന്നത് പോലെയുള്ള കുറ്റിച്ചെടി എന്ന് പറഞ്ഞാൽ അല്പം വലിപ്പമുള്ള കുറ്റിച്ചെടി, അതിൽ നിന്നാണ് എടുക്കുന്നത്. അതിൻ്റെ ശിഖരങ്ങളിൽ ഈ സുഷിരങ്ങളിട്ട് അതിൽ നിന്ന് മരക്കറ ഊറി താഴേക്ക് വരും. അതങ്ങനെ താഴെ ശേഖരിക്കുകയാണ്. അങ്ങനെ ശേഖരിച്ചിട്ട് ആ മരക്കറ പിന്നീട് വിവിധങ്ങളായ പ്രോസസ്സുകളിലൂടെ കടത്തി വിട്ടിട്ടാണ് പൗഡറാക്കി മാറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് നിർമ്മല സാമ്പ്രാണിയാണ്, അഥവാ കുന്തിരിക്കം എന്ന് നമ്മൾ പറയുന്ന വസ്തുവിനെയാണ് പിന്നെ കണ്ടത്. അതും ഇതുപോലെ തന്നെയാണ്. അതുപോലൊരു പാഴ്മരത്തിൽ നിന്നാണ് ഈ കുന്തിരിക്കവും ശേഖരിക്കുന്നത്. അത് ഈ പറഞ്ഞ മരുഭൂമിയിലും മെഡിറ്ററേനിയൻ്റെ പരിസരങ്ങളിലൊക്കെയാണ് അതും ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ മതിയായ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളല്ല, ധാരാളം വെള്ളം ലഭിക്കില്ല, പരിമിതമായ സാഹചര്യങ്ങളിൽ അത് വളരുകയാണ്. വലിയ ചൂടും താപമൊക്കെ ഏറ്റു വളരുന്ന ആ മരങ്ങൾ, മരുഭൂമിയിലെ ചൂടും രാത്രിയിലെ ശൈത്യവും ഇതൊക്കെ അനുഭവിച്ചാണ് ഈ മരം വളരുന്നത്. അങ്ങനെ ഇതൊക്കെ അനുഭവിച്ചു വരുന്ന ആ മരത്തിൽ നിന്ന് ഈ ആരാധനയ്ക്ക് വേണ്ടുന്ന സാമ്പ്രാണി ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അതിനുവേണ്ടി പ്രത്യേകതരം ചില ഉപകരണങ്ങളുണ്ട് ഇതിൻ്റെ കറ പുറത്തേക്ക് എടുക്കാനായിട്ട്. നമ്മുടെ നാട്ടിൽ റബ്ബർ വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തി ഉണ്ടല്ലോ, ആ കത്തി പോലെ ഇതിനും ചില ഉപകരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്തുനിന്ന് ഈ മരത്തിൻ്റെ തൊലിക്ക് അകത്തു നിന്ന് ഈ കറ പുറത്തേക്ക് എടുക്കുന്നത്. അത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്. എനിവേ, അതിനകത്തുനിന്ന് ആ കറ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ, ആ മരത്തിൽ നിന്ന് ഈ മരക്കറ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് സാവധാനം ഈ മരം ഉണങ്ങിപ്പോവുകയാണ്. അതായത് ആരാധനയ്ക്ക് വേണ്ടുന്നതായ ആ വസ്തു ഈ മരത്തിൽ നിന്നല്ലേ എടുക്കുന്നത്. പിന്നത്തേതിൽ ആ മരം ഉണങ്ങിപ്പോകുന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെയാണ് ഭക്തന്മാർ ഈ ഭൂമി ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായ ചൂടും ശൈത്യവും ഒക്കെ ഏറ്റ് അവർ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടി ആ സമർപ്പിത ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരാഗ്രഹമുള്ളൂ, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്. അതിനുവേണ്ടി ഒരു സമർപ്പണത്തിലാണ് അവരിൽ നിന്ന് ഈ മരക്കറ പുറത്തേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആരാധനയ്ക്ക് വേണ്ടുന്ന വസ്തു അവരിൽ നിന്ന് പുറത്തേക്ക് വരണം. അങ്ങനെ അത് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ മരം ഉണങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞതുപോലെ അവനോ വളരണം ഞാനോ കുറയണം എന്ന ഒരു നിലയിലേക്കാണ് ഒരു പുതുനിയമ ആരാധനക്കാരൻ്റെ ആരാധനാ സമ്പ്രദായങ്ങൾ വരേണ്ടത്, അല്ലേ? ഈ പറയപ്പെട്ട 4 കൂട്ടം കാര്യങ്ങളെയും കുറിച്ച് ഞാൻ ഓടിച്ചു പറയുമായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നത് അനുകൂല പരിതസ്ഥിതിയിലല്ല ഈ ഒരു മരവും നിൽക്കുന്നത്. എല്ലാം പ്രതികൂല കാലാവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മൾ പറയുന്ന കംഫർട്ട് സോണിലൊന്നുമല്ല ഇത് നിൽക്കുന്നത്. അങ്ങനത്തെ ആ സാഹചര്യത്തിൽ നിന്നിട്ടും ആരാധനയ്ക്ക് വേണ്ടുന്ന വസ്തുക്കൾ അതിൽ നിന്ന് ലഭിക്കുകയാണ്. ഇതിലെ ചില മരങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ യാതൊരു ഭംഗിയില്ല, പക്ഷെ ആരാധനയ്ക്ക് വേണ്ടുന്ന വിലപ്പെട്ട കാര്യങ്ങളാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ വലിയ ഭംഗിയൊന്നുമില്ല. നമ്മൾ ഈ വിഷയമൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ് മുന്നമേ. അതായത് സമാഗമന കൂടാരത്തിൻ്റെ 4 മൂടുശീലകളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തെയും ചേർത്ത് വെച്ച് നമ്മൾ പറയാനിടയായിട്ടുണ്ട്. അതായത് അവനെ കണ്ട രൂപഗുണമില്ല, കോമളത്വമില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആദ്യപടി എന്ന നിലയിൽ ക്രിസ്തു ക്രൂശിലായിരിക്കുന്ന ആ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അത് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ജീവിതത്തെയാണത് കാണിക്കുന്നത്. ജീവിതത്തെയും സമർപ്പിതനായ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ. അതായത് ചുറ്റുമുള്ള ആളുകളൊക്കെ എന്തെന്നാ വിളിച്ചത്? തച്ചൻ്റെ മകനെന്ന്, മറിയയുടെ മകനെന്ന്, പിന്നെ എന്താ ഭൂതങ്ങളെ കൊണ്ട് നടക്കുന്നവനെന്ന്, ചുങ്കക്കാരുടെയും വേശ്യമാരുടെയും കൂട്ടാളിയെന്ന് വേണ്ട. അങ്ങനെ എന്തെങ്കിലും മഹത്വം ആളുകൾ കൊടുത്തോ?
അങ്ങനെ ആരും വലിയ മഹത്വമൊന്നും കൊടുത്തില്ല. അങ്ങനെ ലോകക്കാരകന്നു നിന്ന് കണ്ടപ്പോൾ ആ നിലയിലാണ് വീക്ഷിച്ചത്. അവനെ കണ്ടാൽ രൂപഗുണമില്ല, കോമളത്വമില്ല, പക്ഷെ അവനോട് അടുക്കണം. ക്രിസ്തുവിൻ്റെ ബലിമരണത്തെക്കുറിച്ച് നമ്മൾ മുന്നമേ ചിന്തിച്ചിട്ടുണ്ട്. അതൊന്നുകൂടി ഒന്ന് ഓർത്തു നോക്കി. ക്രൂശിലേക്ക് നോക്കുമ്പോൾ ഒടുക്കം മരിച്ചു കിടക്കുന്ന ക്രിസ്തുവിനെയാണ് ലോകം കണ്ടത്, അല്ലേ? ക്രൂശിൽ മരിച്ചു കിടക്കുന്ന ക്രിസ്തുവിനെ ലോകം കണ്ടു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ലോകം കണ്ടില്ല. അതാരാ കണ്ടത്? അത് അവൻ്റെ വിശുദ്ധന്മാരാണ് കണ്ടത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ അവൻ്റെ വിശുദ്ധന്മാർ മാത്രമാണ് കണ്ടത്. തൻ്റെ ഭക്തന്മാരുടെ മുമ്പിൽ അവനൊരു അതിശയ വിഷയമാണ്. ലോകക്കാർക്ക് അങ്ങനെയല്ല. ലോകക്കാരെ സംബന്ധിച്ച് അവർ ചത്ത ക്രിസ്തുവിനെയാണ് കണ്ടത്, അവസാനമായി കണ്ടത്. ചത്ത് പോയി എന്നാണ് അവർ പറയുന്നത്. അതേസമയം അവൻ്റെ ഭക്തന്മാരെങ്ങനെയാണ് കാണുന്നത്? ഇതുപോലെ തന്നെയാണ് നമ്മൾ ടാബർനാക്കിൾ സ്റ്റഡിയിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച. അകലെ നിന്ന് നോക്കുമ്പോൾ ഈ കൂടാരത്തിന് ഒരു ഭംഗിയില്ല. പക്ഷെ കോരഹപുത്രന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, സൈന്യങ്ങളുടെ യഹോവേ നിന്റെ തിരുനിവാസം എത്ര മനോഹരെന്ന്. അത് ഈ കൂടാരത്തിൻ്റെ ബാഹ്യമായ കാഴ്ച കണ്ടിട്ടല്ല. ബാഹ്യമായതിന് യാതൊരു ഭംഗിയില്ല, യാതൊരു രൂപഗുണവുമില്ല, കോമളത്വമില്ല, ആഗ്രഹിക്കത്തക്ക ഒരു സൗന്ദര്യവുമില്ല. സമാഗമന കൂടാരം എന്ന് പറയുന്ന ആ സംവിധാനത്തിലേക്ക് നോക്കിയാൽ, എന്നാൽ അതിൻ്റെ അകത്തേക്ക്, അതിൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വന്ന് അതിന് 4 മൂടിശീലകളിൽ ഏറ്റവും അകത്തെ ഇന്നർ കർട്ടനിലേക്ക് നോക്കുമ്പോൾ പഴയ നിയമ പുരോഹിതൻ്റെ കാഴ്ച എന്ന് പറയുന്നത് വിസ്മയകരമായ കാഴ്ചയായിരിക്കും താൻ കാണുന്നത്. ഒരു അതിശയകരമായ കാഴ്ചയായിരിക്കും. അതെല്ലാം ക്രിസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തന്നോട് അടുക്കുന്നവർക്ക് അവനൊരു അതിശയ വിഷയമാണ്, അകലം വിട്ട് നടക്കുന്നവർക്കല്ല. അതുപോലെ തന്നെയാണ് ഈ ചെടികളുടെയൊക്കെ കാര്യം പറഞ്ഞത്. ഇതൊന്നും വലിയ ഭംഗിയില്ല, രൂപഗുണമില്ല, ഒന്നുമില്ലെങ്കിലും ആരാധനയ്ക്കുള്ള വിലപ്പെട്ട വസ്തുക്കളാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഈ കുറ്റിച്ചെടിയും അല്ലെങ്കിൽ ഈ പാഴ്മരം എന്നൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ ശിഖരങ്ങളിൽ ചില സുഷിരങ്ങളിടും. അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് അതിൻ്റെ വേരുകളോടുള്ള ബന്ധത്തിൽ അവിടെ ചില മുറിവുകളിടും. മുറിവുകൾ അങ്ങനെയൊക്കെയാണ് ഈ മരക്കറ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, ആരാധനയ്ക്ക് വേണ്ടുന്ന വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിലതൊക്കെ അനുവദിക്കുന്നത്. ചില മുറിവുകൾ അനുവദിക്കും, ചില ക്ഷതങ്ങൾ അനുവദിക്കും, ചില കാറ്റുകളും കൊടുങ്കാറ്റുകളും ഒക്കെ അനുവദിക്കും. എന്തിനാ? നമ്മെ സത്യാരാധനക്കാരാക്കി മാറ്റണം. അതിനുവേണ്ടിയാണ് ചിലതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. അതൊക്കെ ശാപമാണെന്ന് പഠിപ്പിക്കുന്നവൻ, ഞാൻ പറഞ്ഞു, നെല്ലിക്കാത്തളവാ പുള്ളിക്ക് വേണ്ടി നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. സുബോധമുള്ളവർ ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കുക, ഒന്നും അറിയാതെയല്ല ദൈവം നമ്മെ ഓരോ വഴികളിലൂടെ നടത്തുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവരാജ്യത്തിൽ വന്നിരിക്കുന്ന ഓരോ ഭക്തന്മാരെയും സംബന്ധിച്ച് എഴുതി വെച്ചിരിക്കുന്നത് അവൻ്റെ തലയിലെ തലമുടിനാര് കൊഴിയുന്നെങ്കിൽ സ്വർഗം അറിയുന്നു എന്നാണ്. അങ്ങനെ കൊഴിയുന്ന ആ തലമുടിനാരിനെ പോലും സ്പർശിക്കാൻ സാത്താൻ 10 വട്ടം ആലോചിക്കും. കൊഴിഞ്ഞു വീഴുന്ന തലമുടിനാരിനെ പോലും. അതെന്താ? പുതിയ നിയമത്തിൻ്റെ രാജാക്കന്മാരുടെ തലമുടിനാരാണ് കൊഴിഞ്ഞു വീണിരിക്കുന്നത്. തൊടാൻ ഒന്നുകൂടെ ആലോചിക്കും സാത്താൻ. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത് ചവിക്കപ്പെട്ടവരാണ്. ഈ സത്യവചനമൊന്നും ഇവർക്കൊന്നും വെളിപ്പെടുന്നില്ലെന്നേ. വചനത്തിൻ്റെ ആഴങ്ങൾ ഇവർക്ക് വെളിപ്പെടുന്നില്ല. ഇവർ ഈ കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ശരിയായ വചനത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ മടങ്ങി വരണം. ആരാധനയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നതെങ്കിലും ശരിയായ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു രൂപരേഖ ഇതിലൂടെ കിട്ടുന്നത്, അല്ലേ? നമ്മൾ ആരാധനയെക്കുറിച്ചാണ് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞും പഠിച്ചും ധ്യാനിച്ചും വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ശരിയായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു രൂപരേഖയാണ് ഇവിടെ വെളിപ്പെട്ട് വരുന്നത്. ആ മരങ്ങളൊക്കെ, ആ കുറ്റിച്ചെടികളൊക്കെ നമ്മോട് സംസാരിക്കുകയാണ്. നമ്മുടെ നിഴൽ പോലെ അതൊക്കെ നിൽക്കുന്നത്. മനുഷ്യരെ വൃക്ഷത്തോട് ഉപമിച്ചിട്ടുണ്ട് വചനത്തിൽ. അപ്പം നമുക്ക് നിഴലാണെന്ന് ഞാൻ പറഞ്ഞത്, ഈ മരങ്ങളൊക്കെ നമുക്ക് നിഴലാണെന്നുള്ള അർത്ഥത്തിലല്ല. അതിലേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തെ അവിടെ കാണാൻ കഴിയും. അതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഗുൽഗുലു ചെങ്കടലിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന അത് ഓളങ്ങളും തിരമാലകളും അടിച്ചടിച്ച് അതിൻ്റെ സമയമാകുമ്പോൾ അതിനെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഉപരിതലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വല വെച്ച് പിടിച്ചെടുക്കുകയാണ്. പിന്നീട് എന്താ ചെയ്യുന്നത്? പിന്നീട് ഷെൽഫിൽ കൊണ്ട് വെക്കുകയാണോ? പിന്നീട് അതിൻ്റെ പുറന്തോടൊക്കെ പൊട്ടിക്കുകയാണ്. ഹാമറിങ് നടക്കുകയാണ്. അവിടെ ഹാമറിങ് നടക്കുകയാണ്. അഥവാ ചുറ്റിക വീഴുകയാണ്. ചുറ്റികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണം ഉപയോഗിച്ചിട്ടല്ലേ പുറന്തോട് പൊട്ടിക്കുന്നത്. എന്താണെങ്കിലും ഒരു പൊട്ടൽ അവിടെ സംഭവിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കണ്ടതുപോലെ ഗോതമ്പ് മണി നിലത്ത് വീണ് ചിതറണം. അതായത് അതിൻ്റെ പുറത്തുള്ള ഷെല്ല് പൊട്ടണം. ആ ഷെല്ല് പൊട്ടി അതിൽ നിന്നാണ് വേരിറങ്ങേണ്ടത്. അവിടെ നിന്നാണ് നാമ്പ് കിളർത്ത് മുകളിലേക്ക് വരേണ്ടത്. അപ്പോൾ ചില ക്ഷതങ്ങളൊക്കെ ദൈവം അനുവദിക്കും. അതാണ് ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ദൈവം അനുവദിക്കുന്നത്. നമ്മൾ ഇവിടം കൊണ്ടങ്ങ് ജീവിച്ച് തീർക്കാനുള്ളവരല്ല കേട്ടോ. ഇവിടെ ഒരു 150 കൊല്ലം ജീവിച്ച് സന്ധ്യയായി ഉഷസ്സുമായി ഇനി പെട്ടി മേടിച്ചോ ഞാനങ്ങ് പോയേക്കാം, അങ്ങനെയൊന്നും അല്ലെന്നേ.
നമുക്കിവിടെ എത്ര സമയം തരുന്നോ അത് മതി, ഉള്ളത് മതി. അപ്പോസ്തലന്മാരൊക്കെ അങ്ങനെയല്ലേ പറയുന്നത്? വിട്ടുപിരിഞ്ഞ് അങ്ങയോട് കൂടെ ഇരിക്കാനാണ് താല്പര്യം എന്നല്ലേ അപ്പോസ്തലന്മാർ പറയുന്നത്. അതെന്താ? അതാണ് ഭാഗ്യാവസ്ഥ. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയണം. നമ്മൾ ഈ പറഞ്ഞ ആരാധനയ്ക്ക് വേണ്ടുന്ന വിലപ്പെട്ട വസ്തുക്കൾ നമ്മൾ ഈ കേട്ടതുപോലെ ആരാധനയ്ക്ക് വേണ്ടുന്ന വിലപ്പെട്ട വസ്തുക്കൾ നമ്മിൽ നിന്നും വെളിപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ ചില മുറിവുകൾ ഇടുമ്പോഴാണ് ഈ പറഞ്ഞ മരക്കറയൊക്കെ പുറത്തേക്ക് വരുന്നത്. ചില സുഷിരങ്ങൾ ഇടുമ്പോഴാണ് ചിലതൊക്കെ പുറത്തേക്ക് വരുന്നത്. ഈ പറഞ്ഞ ചില ഷെല്ലുകളൊക്കെ പൊളിക്കുമ്പോഴാണ് ചില ദ്രാവകമൊക്കെ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ അത് പ്രോസസ്സ് ചെയ്താണ് ധൂപപീഠത്തിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ഈ പറയപ്പെട്ട നിലയിലൂടെയൊക്കെ ഭക്തന്മാർ ഈ ലോകത്തിൻ്റെ താപമേറ്റുകൊണ്ട് മരുഭൂസമാനമായ അനുഭവങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മരുഭൂസമാനമായ അവസ്ഥകൾ അനുവദിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? ഈ പറയപ്പെട്ട വസ്തുക്കൾ മരുഭൂമി മാത്രമേ വളരുകയുള്ളൂ. വസ്തുക്കളല്ലോ, ഈ പറയപ്പെട്ട ഈ മരങ്ങൾ അല്ലെങ്കിൽ ഈ കുറ്റിച്ചെടികൾ മരുഭൂസമാനമായ അനുഭവത്തിൽ മാത്രമേ വളരുകയുള്ളൂ. ഇത് ഷിംലയിലൊന്നും വളരില്ല, ശ്രീനഗറിലും വളരില്ല, സ്വിറ്റ്സർലൻഡിലും വളരില്ല. നിങ്ങൾ വേണേൽ അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ട് നോക്കിയോ, ഇതൊന്നും അവിടെ വളരില്ല. ഏറ്റവും പ്രതികൂല കാലാവസ്ഥയിലാണത് വളരുന്നത്. ഏറ്റവും പ്രതികൂല കാലാവസ്ഥയിൽ അവിടുത്തെ മണ്ണിൻ്റെ ഘടന നോക്കുക. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. എന്തിനാ? ഈ പറയപ്പെട്ട കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണതല്ല, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ പ്രിയരെ, ഈ പഴയ നിയമത്തിൻ്റെ ആരാധനയോടുള്ള ബന്ധത്തിൽ ധൂപപീഠത്തിൽ ഈ പറയപ്പെട്ട 4 വിധ സുഗന്ധവർഗ്ഗങ്ങൾ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു. 5-ാമത് ഉപ്പാണ്. ആ ഉപ്പെന്നുള്ള കാര്യത്തെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? വിശ്വാസത്തെയാണ്. വിശ്വാസ കണ്ണാലെയാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ വിശ്വാസത്തോടെയാണ് കടന്നു വരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയാണ്. വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്, അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? പഴയ നിയമ ആരാധനയിൽ ഈ 5 കൂട്ടം കാര്യങ്ങൾ നിർബന്ധമാണ്. 4 കൂട്ടം മതിയോ? പോരാ. 3.5 മതിയോ? പോരാ. ഈ 5 കൂട്ടം കാര്യങ്ങൾ നിർബന്ധമാണ്. അങ്ങനെയെങ്കിൽ പുതിയ നിയമ ആരാധനയ്ക്ക് പുതിയ നിയമ ഭക്തന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും നിശ്ചയമായും 5 കൂട്ടം കാര്യങ്ങളുണ്ട്. ആ 5 കൂട്ടം കാര്യങ്ങൾ നിർബന്ധമായും വേണം, 4 കൂട്ടം പോരാ. ആ 5 നിർബന്ധമാണ്. ആ 5 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് വേഗം പറഞ്ഞേക്കാം. ധൂപപീഠത്തിൽ നിരത്തിയിരിക്കുന്ന തീക്കനലിൽ അത് നിരത്തി അവിടെ അത് കത്തി സുഗന്ധ ധൂപം ഉയരത്തിലേക്ക് ഉയരുന്ന കാര്യമാണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പുതിയ നിയമ ഭക്തന്മാർ ദൈവസന്നിധിയിൽ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ നിശ്ചയമായും 5 കൂട്ടം കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആ 5 കൂട്ടം കാര്യങ്ങൾ പറയുകയാണ്. ഒന്നാമത് ദൈവഭയമാണ്. ദൈവഭയം. പുറപ്പാട് ദിവസം 20:20 വായിച്ചേ. എക്സോഡസ് ചാപ്റ്റർ 20:20. മോശെ ജനത്തോട് ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കിലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ വായിച്ച ചാപ്റ്റർ 20 നിന്നാണ്. ഇതിന് പുറകിലൊരു അധ്യായമുണ്ട്, അതാണ് 19-ാം അധ്യായം. എന്താ 19-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത? സീനായി പർവ്വതത്തിൽ വലിയവനായ ദൈവം തൻ്റെ മഹത്വത്തോടെ ഇറങ്ങി വന്ന അധ്യായമാണ് 19-ാം അധ്യായം. ഭയാനകമായ കാഴ്ചകളായിരുന്നു. കാഹളനാദത്തിനൊത്ത ശബ്ദമാണ് അവിടെ മുഴങ്ങിയത്. ഇസ്രായേൽ ഭയന്നുപോയി. ഇനി ഞങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനത്തെ ഒരു ശബ്ദം കേൾക്കേണ്ട, നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അത്ര ഭയാനകമായൊരു കാഴ്ചയായിരുന്നു ഇസ്രായേൽ കണ്ടത്. അത് കഴിഞ്ഞിട്ടുള്ള അധ്യായത്തിൽ ഇസ്രായേലിനോട് മോശ വഴി പറയുകയാണ്. എന്താ പറഞ്ഞത്? ദൈവസാന്നിധ്യം അവരുടെ നടുവിൽ വെളിപ്പെട്ടത് അവർക്ക് ദൈവത്തെങ്കിലുള്ള ഭയം ഉണ്ടാകേണ്ടതിനാണെന്ന്. ദൈവസാന്നിധ്യം ഹോരേബിൽ വെളിപ്പെട്ടപ്പോൾ ഇസ്രായേലിന് ദൈവത്തെ ഭയം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ദൈവം അങ്ങനെ ചെയ്തത്. അവർ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കിലുള്ള ഭയം ഉണ്ടാകേണ്ടതിനാണ് ദൈവസാന്നിധ്യം. അവർ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കിലുള്ള ഭയം ഉണ്ടാകേണ്ടതിന്. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ നാം ആകുന്ന സഞ്ചരിക്കുന്ന കൂടാരങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം സദാ നമുക്ക് അനുഭവപ്പെടാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും നാം പാപത്തിൻ്റെ വഴികളിലേക്ക് പോവുമോ? പോവില്ല. ആ ദൈവഭയം നമ്മിൽ എപ്പോഴും ഉണ്ടായിരിക്കും. എന്താ പലർക്കും ദൈവഭയം ഇല്ലാത്തത്? അവരവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടില്ല. ആര്? പെന്തിക്കോസുകാരുടെ കാര്യമാണോ പറയുന്നത്? അതെ, എത്രയോ പെന്തിക്കോസുകാർ. അയ്യോ, അവർ രക്ഷിക്കപ്പെട്ടതല്ലേ? അതെ. ഒരു സ്നാനപ്പെട്ടതല്ലേ? അതെ. അതുകൊണ്ട് ഒരു അന്യഭാഷ പറയുന്നില്ലേ? അതുകൊണ്ട് അന്യഭാഷ പറയുന്നുണ്ടെന്ന് ഓർത്ത് അവർ ദൈവസാന്നിധ്യം അനുഭവിക്കണമെന്നുണ്ടോ? ദൈവസാന്നിധ്യം അനുഭവിക്കണമെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല.
പലരുടെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താ? ആ ദൈവഭയമില്ലാത്തതിൻ്റെ കാരണം ഒരിക്കൽ പോലും ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടില്ല, ആത്മസ്നാനം പ്രാപിച്ചിട്ടില്ല. നമ്മൾ ജലത്തിൽ സ്നാനപ്പെട്ടതുപോലെ തന്നെ ആത്മാവിൻ്റെ നദിയിലിറങ്ങിയൊരു സ്നാനമുണ്ട്. അതൊരു വിസ്മയകരമായ അനുഭവമാണ്. ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ആത്മനദിയിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥ. എന്തൊരവസ്ഥയാണത്! അതൊരു പുതിയ നിയമ ഭക്തനെ ഉറപ്പിക്കുന്ന നിമിഷമാണ്. അവൻ ദൈവത്തെ ഭയപ്പെട്ടു പോകുന്ന നിമിഷമാണത്. സകലത്തെയും ചമച്ച ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ട് എന്നെ വരിഞ്ഞു മുറുക്കുകയാണ്, എന്നെ ആശ്ലേഷിക്കുകയാണ്, എന്നെ തലോടുകയാണ്. എങ്ങനെ വേണമെങ്കിലും കൂട്ടിക്കോ. ദൈവം ഇല്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുമ്പോൾ ഇവിടെ സാധുക്കളായ നമ്മൾ തിരിച്ചറിയാണ് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം. ആത്മാവായ ദൈവം എൻ്റെ ആത്മാവിൽ എന്നെ ബലപ്പെടുത്തുകയാണ്. ആത്മാവിലുള്ള ആരാധനയും അനുബന്ധമായ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മൾ ദൈവസാന്നിധ്യം അനുഭവിക്കും. നമ്മൾ നടന്നു പോകുന്ന എല്ലാ സമയത്തും നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതായിട്ട് ഫീൽ ചെയ്യണമെന്നൊന്നുമില്ല. അതേസമയം നമ്മൾ ധ്യാനത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും നമുക്കത് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോഴും തനിച്ച് ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഇരിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് ആ ദൈവശക്തി നമ്മിലേക്ക് കടന്നു വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വിസ്മയകരമായ നിലയിൽ ദൈവസാന്നിധ്യം കൊണ്ട് നമ്മെ നിറയ്ക്കും. ചിലപ്പോൾ എല്ലായ്പ്പോഴും ഒരുപോലെ ആകണമെന്നില്ല. അപ്പോൾ ഈ വായിച്ച വാക്യപ്രകാരം എന്താ മനസ്സിലാക്കിയത്? ആ ദൈവസാന്നിധ്യം അവരെ ദൈവഭയത്തിലേക്ക് നയിക്കുകയാണ്. അത് നിമിത്തം അവർ പാപം ചെയ്യാതിരിക്കും. അപ്പോൾ നാം ദൈവസാന്നിധ്യം അനുഭവിക്കണം. അപ്പോഴാണ് ദൈവഭയത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ. അതിനോട് ചേർത്ത് ഞാൻ യെശയ്യാവിൻ്റെ ദർശനത്തെയും പരിചയപ്പെടുത്തുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്കറിയാം, 6-ാം അധ്യായത്തിൽ യെശയ്യാവ് കാണുന്ന മഹത്തരമായൊരു കാഴ്ച. യെശയ്യാവ് ഭയന്നുപോയി. അതുപോലത്തെ ഒരു കാഴ്ചയായിരുന്നു. പിന്നത്തേതിൽ എസെക്കിയേൽ കണ്ട കാഴ്ച. ഉയ്യോ, എസെക്കിയേലിൻ്റെ കാഴ്ചയാണ് ഏറ്റവും മനോഹരമായ കാഴ്ച. എസെക്കിയേൽ മരിച്ചവനെ പോലെ ആയിപ്പോയി. പിന്നീട് ദാനിയേൽ കണ്ട കാഴ്ച. അവരെല്ലാം ദൈവത്തെ ഭയപ്പെട്ടവരാണ്. അതുപോലെ ഒടുക്കം യോഹന്നാൻ സ്നാപകൻ പത്മോസിൽ മഹത്തരമായ കാഴ്ചകൾ കണ്ടു. താനും ഭയപ്പെട്ടു പോയി ആ ദൈവസാന്നിധ്യത്തിൻ്റെ നടുവിൽ. വിശുദ്ധന്മാർ ദൈവത്തെ ഭയപ്പെടണം. ആ ദൈവഭയം ആരാധനക്കാരനുണ്ടായിരിക്കണം. ദൈവഭയം ഇല്ലെങ്കിൽ നമ്മൾ പല കോമാളിത്തരങ്ങളും കാട്ടിക്കൂട്ടും. ഇടയ്ക്ക് ഒരു വാക്യം കൂടി ഒന്ന് വായിക്കാം. ഡിയൂട്രോണമി ചാപ്റ്റർ 10:12. ആവർത്തന പുസ്തകം 10:12 കൂടി ആ കൂടി ഒന്ന് വായിച്ചേ. ആകയാൽ ഇസ്രായേലെ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും. ഇസ്രായേലിനോട് പറയാണ്, ദൈവത്തെ ഭയപ്പെടണം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സേവിക്കണം. അങ്ങനെയാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അതിൻ്റെ ഒരു കൺക്ലൂഷൻ എങ്ങനെയായിരിക്കും? സത്യാരാധനക്കാരന് ദൈവഭയം നിർബന്ധമല്ലേ? ദൈവഭയം ഇല്ലാത്തവന് ദൈവത്തെ ആരാധിക്കാൻ കഴിയുമോ? കാരണം ദൈവഭയം ഇല്ലെങ്കിൽ ദൈവം ആരെന്ന് തിരിച്ചറിയാതെ ദൈവസന്നിധിയിൽ നമ്മൾ അബദ്ധങ്ങൾ ചെയ്യും. അതിന് ഉദാഹരണമാണ് നാദാബും അബീഹുവും. ഈ തേജോമയനായ ദൈവത്തെ ഇന്ന് ലളിതമാക്കി കളഞ്ഞു. എങ്ങനെയും ആകാം എന്നുള്ളൊരു നിലയിലായി. ഏതെങ്കിലും ഒരു കറക്ക് കമ്പനി ഒരു ഓർഗനം മേടിച്ച് ചുമ്മാ കിടന്ന് കുറച്ച് നേരം തുള്ളിക്കഴിഞ്ഞാൽ അത് ആരാധനയാണെന്ന് ആളുകൾ ചിന്തിക്കുന്നത്. അയ്യോ, ആരാധനയിലേക്ക് എത്രയോ ആഴ്ചകളായി നമ്മൾ പറഞ്ഞു വരുന്നു. ഒരുക്കങ്ങൾ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുന്ന വിധങ്ങൾ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുന്നത്. ദൈവഭയം ഇല്ലാത്തവൻ എങ്ങനെയും നടക്കും. ആ ആരാധനയിലൊന്നും ദൈവം പ്രസാദിക്കില്ല. ഉദാഹരണം കായിനും ആബേലും ഒരുപോലെയാണ് അവരുടെ പിതാവായ ആദമിൽ നിന്ന് കാര്യങ്ങളെ കേട്ടത്. അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ രക്തം കൂടാതെ അടുക്കാൻ കഴിയില്ലെന്നുള്ള കാര്യം കേട്ടതാ. ആ കേട്ടത് കൊണ്ടല്ലേ ഹാബേൽ അങ്ങനെ തന്നെ വന്നത്. എന്നാൽ കായിൻ എന്താ കൊണ്ടുവന്നത്? കായികനികളുമായിട്ടാണോ വരേണ്ടത്? അവൻ്റെ പിതാവിൽ നിന്ന് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ കാര്യത്തിന് വിരുദ്ധമായാണ് വന്നത്. ദൈവഭയം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് അവൻ കൊലപാതകിയായി തീർന്നു. ദൈവഭയം ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് അനേകർ കൊലപാതകികളാകുന്നത്. ചർച്ച് പൊളിറ്റിക്സ്, പാനലുകൾ, അടിതട ബഹളങ്ങൾ, തള്ള്, എന്തെല്ലാമാ. ദൈവഭയം നഷ്ടപ്പെട്ടു പോയി. പുതുനിയമ ആരാധനക്കാർ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഒന്നാമത്തെ കാര്യം ദൈവഭയം. രണ്ടാമത്തെ കാര്യം ഭക്തന്മാരായിരിക്കണം. ഭക്തിയിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ഭക്തി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഭക്തിക്കൊത്ത ജീവിതമാണ് നയിക്കുന്നത് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളെ ഒറ്റ വാക്കിൽ ഉൾക്കൊള്ളിക്കുകയാണ്. അതായത് നമ്മുടെ വിശ്വാസം, അനുസരണം, പ്രാർത്ഥന, സേവനം, നീതി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ എല്ലാം കൂടെ ചേർത്ത് ഒറ്റ വാക്കി പറയാണ് അവനൊരു ഭക്തനാണെന്ന്.
ഭക്തനാണെന്ന് പറഞ്ഞാൽ എന്തോ ഓർക്കണം? ഭക്തനാണെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ധരിക്കുന്നത്? പുള്ളിക്കാരൻ കൈയൊക്കെ അടിച്ച് പാട്ട് പാടുമെന്നാണോ? അതാണോ ഭക്തിയുടെ ലക്ഷണം? ഭക്തന് വിശ്വാസം ഉണ്ടായിരിക്കും, അവൻ ദൈവത്തെ അനുസരിക്കും, ദൈവത്തെ ഭയപ്പെടും, പിന്നെ എന്താ, പ്രാർത്ഥനയുള്ളവനായിരിക്കും. അതുപോലെ വിശുദ്ധന്മാരെ ശുശ്രൂഷിപ്പാൻ മനസ്സുള്ളവനായിരിക്കും, നീതിബോധമുള്ളവനായിരിക്കും. ഒരു ഭക്തന് വേണ്ടുന്ന വലിയൊരു ഗുണഗണമാണ് നീതിബോധം. ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ സഞ്ചാരത്തിൽ ഏറ്റവും സങ്കടകരമായി കണ്ടൊരു കാഴ്ച അതാണ്. നീതിബോധമില്ലാത്ത ആളുകളാണ് ഏറിയ പങ്കും. നീതിബോധം ആർക്ക് എന്നെ സംഭവിച്ചാൽ എനിക്കൊന്നും പറ്റിയില്ലല്ലോ, എനിക്കും എൻ്റെ പെമ്പിളയ്ക്കും ഒന്നും പറ്റിയില്ല. ഒരു നീതിബോധം ഉണ്ടെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടാതിരിക്കാൻ പറ്റുമോ? അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഈ സത്യവചനമൊക്കെ കേട്ട ഒരു കുടുംബം, ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരുന്നവർ, ആത്മാവിലുള്ള ആരാധനയൊക്കെ നിർത്തിയിട്ട് ഒരു സെമി ബ്രദറൻ കൂട്ടായ്മ, അതിന് വേണേൽ ഇങ്ങനെ പറയാം, ബ്രന്തക്കോസ് അങ്ങനെ ഒരു കൂട്ടത്തിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ മൗനമായിട്ടിരിക്കുകയാണെങ്കിൽ അതെന്നാ ഭക്തിയത്? നമ്മൾ മീൻസ് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെ സംസാരിക്കാനും പറയാനും സാധിക്കുന്ന ചിലരുണ്ട്. അത്തരക്കാരോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞത്. ആരെല്ലാമാണോ അവർക്ക് മനസ്സിലാവും. അവർ മൗനമായിട്ടിരുന്ന് കഴിഞ്ഞാൽ അവരേതായാലും വഴിതെറ്റിപ്പോയി പോട്ടെ എന്നാണോ? ചിലപ്പോൾ നമ്മുടെ ഒരു വാക്കിലായിരിക്കും അവർ മടങ്ങി വരുന്നത്. ചിലപ്പോൾ നമ്മുടെ ഒരു വാക്കിൽ അവർ മടങ്ങി വരുമായിരിക്കും. നമ്മൾ ചില സ്റ്റെപ്പൊക്കെ വെക്കണമെന്നേ. അപ്പോൾ ഭക്തിക്കൊത്ത ജീവിതം. അടുത്തത് നുറുങ്ങിയ ഹൃദയം നിർബന്ധമാണ്. നുറുങ്ങിയ ഹൃദയം. സങ്കീർത്തനം 34:18 വായിച്ചേ. സാംസ് ചാപ്റ്റർ 34 വേഴ്സ് 18. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അപ്പോൾ ഹൃദയനുറുക്കം പുതിയ നിയമ ആരാധനയ്ക്ക് നിർബന്ധമാണ്. ഹൃദയനുറുക്കം നിങ്ങൾ നോക്കുക. ഈ പഴയ നിയമ ആരാധനയിൽ സുഗന്ധ ധൂപപീഠത്തിൽ കൊണ്ടുവരുന്ന ഈ വസ്തുക്കളെല്ലാം നുറുക്കുകയും പൊടിക്കുകയും ചെയ്താണ് ധൂപപീഠത്തിൽ നിരത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ നുറുങ്ങലിൻ്റെ അനുഭവങ്ങളൊക്കെ ദൈവം അനുവദിക്കും, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നുറുങ്ങലിൻ്റെ അവസ്ഥകളൊക്കെ ദൈവം അനുവദിക്കും. അതേസമയം അതിന് ഓപ്പോസിറ്റ് പറഞ്ഞാൽ എങ്ങനെ പറയാം? ഹൃദയ കാഠിന്യമുള്ളവൻ. നുറുങ്ങാത്ത ഹൃദയത്തിൻ്റെ ഓപ്പോസിറ്റ്, വിപരീതം എന്ന് പറയുന്നത് ഹൃദയ കാഠിന്യമുള്ളവനാണ്. ഹൃദയ കാഠിന്യമുള്ളവൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുമോ? പുറമേ നോക്കിയ ആളെ കണ്ടാൽ വലിയ സുന്ദരനാണ്, ലോകോത്തര സുന്ദരനാണ്, അതുകൊണ്ട് കാര്യമായില്ല. സുന്ദരനോ സുന്ദരിയാണോ ബാഹ്യമായി കാണുന്ന കാഴ്ചയൊന്നുമല്ലെന്നേ. അവന് ഹൃദയ നുറുക്കമുള്ളവനാണോ, ഹൃദയ തകർച്ചയുള്ളവനാണോ? അതാണ് സത്യാരാധനയുടെ മാനദണ്ഡം. ഇപ്പം എന്താ പറഞ്ഞത്? ദൈവഭയം, ഭക്തി, ഹൃദയ നുറുക്കം നിർബന്ധമാണതൊക്കെ. അതോടുള്ള ബന്ധത്തിൽ ഒരു പഴയ നിയമ സംഭവം ഓർമ്മിപ്പിക്കാം. അതായത് യഹോശഫാത്ത് എന്ന് പറയുന്ന ഭക്തനായ യഹൂദ ദേശത്തെ രാജാവ് അവിടേക്ക് ശത്രുരാജ്യം വന്ന് പാളയം ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് അതിനെ മറികടക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി. അപ്പോൾ താൻ ദേശത്തെല്ലാം ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. തിരുമുഖം അന്വേഷിച്ചപ്പോൾ ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിച്ചു. അങ്ങനെ താൻ തന്നെത്താൻ ബലപ്പെടുത്തി, തൻ്റെ ജനത്തിന് ആ ബലം പകർന്നു കൊടുത്തു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. താൻ ഹൃദയ നുറുക്കത്തോടെ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. ഈ ഇത്ര വലിയ ശത്രു സൈന്യത്തിൻ്റെ മുമ്പാകെ എന്തു ചെയ്യും? തന്നെത്താൻ താഴ്ത്തി ഹൃദയ നുറുക്കത്തോടെ ദൈവമുഖത്തേക്ക് നോക്കി, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. ഒരു പുതിയ നിയമ ഭക്തനും ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ഹൃദയ നുറുക്കമുള്ളവനായിരിക്കണം, നുറുക്കപ്പെട്ടവനായിരിക്കണം. നോക്കണം, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നുറുക്കപ്പെട്ടവനാ. അതല്ലേ തിരുമേശയിലേക്ക് നമ്മൾ കൈ നീട്ടുമ്പോൾ നമ്മൾ തന്നെയല്ലേ അതിൽ നിന്ന് നുറുക്കിയെടുക്കുന്നത്. ഇപ്പോഴത്തെ മോഡേൺ പെന്തിക്കോസ് ആ സിസ്റ്റം മാറ്റി ചുമ്മാ ഏതോ കുറേ കഷ്ണങ്ങൾ ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോവാം. അങ്ങനെയല്ല. ഞാൻ തന്നെ അപ്പത്തിൽ നിന്നൊരു ഭാഗം മുറിച്ചെടുക്കുമ്പോൾ എന്താ അതിലൂടെ വിളിച്ചു പറയുന്ന ആത്മീയ സന്ദേശം? ഞാനാണ് അവനെ നുറുക്കിയത്. അവൻ്റെ പുറം ഉഴവുചാല് പോലെ ഉഴുതുമറിക്കപ്പെട്ടതിൻ്റെ കാരണക്കാരൻ ആരാ? ഞാൻ തന്നെയാണ് ആ നുറുക്കത്തിൻ്റെ കാരണക്കാരൻ. പാപിയായ ഞാനാണ്. എനിക്ക് വേണ്ടിയാണ് അവൻ നുറുക്കപ്പെട്ടത്. ഞാൻ ഇതിലേക്ക് കരം നീട്ടി ഞാൻ അതിൽ നിന്നൊരു ഭാഗം മുറിച്ചെടുക്കുമ്പോൾ വലിയ ആത്മീയ മർമ്മങ്ങളാണ് അതിലൂടെ വെളിപ്പെടുന്നത്. അത് സാത്താൻ അറിയാം. അതുകൊണ്ടാണ് പെന്തിക്കോസ് പാസ്റ്റർമാരെ സാത്താൻ വശത്താക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു, കട്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, വിശ്വാസികളെ കട്ടപ്പെടുത്തരുത്, നിങ്ങൾ ചുമ്മാ കഷ്ണമായിട്ട് മുറിച്ചിട്ടേക്ക്, അവർ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോട്ടെ. അങ്ങനെ ആക്കി കളഞ്ഞുവല്ല. ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ കളഞ്ഞെന്നേ, എല്ലാ അർത്ഥങ്ങളൊക്കെ കളഞ്ഞു, എല്ലാം തോന്നിവാസമാക്കി കളഞ്ഞു. അപ്പോൾ നോക്കണം, പുതിയ നിയമ ആരാധനക്കാരൻ ഹൃദയ നുറുക്കമുള്ളവനായിരിക്കണം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാകുന്നു. അടുത്തത് വിശുദ്ധി. വിശുദ്ധിയെക്കുറിച്ച് ഒത്തിരി ദീർഘമായി പറയേണ്ട കാര്യമാണ്.
പഴയ നിയമ ആരാധനയോടുള്ള ബന്ധത്തിൽ 5 കൂട്ടം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും 5 കൂട്ടം നിർബന്ധമാണ്. അതിൽ 4ാമത് നമ്മൾ പറയുകയാണ് വിശുദ്ധി നിർബന്ധമായ കാര്യമാണ്. വിശുദ്ധി തൻ്റെ ആലയത്തിന് ഉചിതമെന്നാണ് നമ്മൾ കാണുന്നത്. പുതിയ നിയമത്തിലെ ആലയം അഥവാ ദൈവത്തിൻ്റെ മന്ദിരം ആരാ? നാം അല്ലേ? ആ മന്ദിരം വിശുദ്ധമായി സൂക്ഷിക്കണം. ഇതിനകം വിശുദ്ധമായിരിക്കണം. ദേഹം ദേഹി ആത്മാവിൽ ശുദ്ധീകരണം വേണം. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. വിശ്വാസ കണ്ണുകൊണ്ട് അത്യുന്നതനായ ദൈവത്തെ ആത്മാവിൽ കണ്ട് അനുഭവിച്ച് ആസ്വദിച്ച് ആരാധിച്ച് അങ്ങനെ പിരിയണമെങ്കിൽ, വിശ്വാസ കണ്ണുകൊണ്ട് അവനെ കണ്ട് ആരാധിക്കണമെങ്കിൽ വിശുദ്ധി അനിവാര്യമാണ്. വിശുദ്ധിയില്ലാതെ നമുക്ക് വിശ്വാസ കണ്ണുകൊണ്ട് വലുവനായ ദൈവത്തെ കണ്ട് ആരാധിക്കാൻ കഴിയില്ല. വിശ്വാസ കണ്ണുകൊണ്ട് കണ്ട് അനുഭവിച്ച് ആനന്ദത്തോടെ ആ ആരാധനയിൽ മുന്നോട്ട് പോകണമെങ്കിൽ വിശുദ്ധി നിർബന്ധമാണ്. വിശുദ്ധി നിർബന്ധമാണ്. ലേവ്യ പുസ്തകം 11:45, ലെവിറ്റിക്സ് ചാപ്റ്റർ 11 വേഴ്സ് 45. ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം. അടുത്ത് 1 പത്രോസ് 1:16, 1 പത്രോസ് 1:16. ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. പരമപരിശുദ്ധനായ ദൈവം തൻ്റെ ജനത്തോട് പറയാണ്, നിങ്ങളും വിശുദ്ധരായിരിക്കണം. ശേഷം ജാതികളെപ്പോലെ ആകരുത്. നിങ്ങൾ ജാതികളോട് ഇടകലരരുത്. നിങ്ങൾ തനിച്ചു പാർക്കുന്ന ജനമാണ്. നിങ്ങളൊരു ആരാധനാവൃന്ദമാണ്. നിങ്ങളൊരു പൗരോഹിത്യ ജനമാണ്. നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗാർപ്പണവും ധൂപാർപ്പണവും നടത്തുന്നവരാണ്. ശേഷം മനുഷ്യരെ പോലെ നടക്കരുതെന്ന്. അവർക്ക് അങ്ങനെ ഒരു ആരാധനയോ ചട്ടങ്ങളോ പ്രമാണങ്ങളോ ഇല്ല. നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങളുടെ മേൽ ചട്ടങ്ങളും പ്രമാണങ്ങളും ഉണ്ട്. നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് വരേണ്ടവരാണ്. അതുകൊണ്ട് ഞാൻ വിശുദ്ധനായിരിക്കുകൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അതായത് ലേവ്യ പുസ്തകത്തിലെ കാര്യം പത്രോസ് എടുത്തു പറയുകയാണ്. ഒരു വാക്യം കൂടെ, സങ്കീർത്തനം 93:5, സാംസ് 93 വേഴ്സ് 5. സങ്കീർത്തനം 93:5. നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. ആ ആലയം കള്ളന്മാരുടെ ഗുഹയാക്കി കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് ചാട്ടവാറെടുത്തത് അല്ലേ? വിശുദ്ധമായ തൻ്റെ ആലയം കള്ളന്മാരുടെ ഗുഹയാക്കിയപ്പോൾ താൻ അവിടെ ചാട്ടവാറെടുത്തു. കുറച്ചും കൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ സമാഗമന കൂടാരത്തിൻ്റെ കാലത്താണെങ്കിലോ, കൂടാരം ശീലോവിലിരിക്കുന്നു ദീർഘകാലം, ഏതാണ്ട് 380-ലധികം വർഷം കൂടാരം ശീലോവിലാണ്. ആ ശീലോവിലിരിക്കുന്നതിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ ന്യായാധിപതിയും അതുപോലെ അവരുടെ മഹാപുരോഹിതനുമായിരുന്ന ആരാ? ഏലിയാണ്. ഏലിയും മക്കളും. വിശുദ്ധി ആലയത്തിന് നല്ല ഉചിതമായിരുന്നു അന്ന് വലിയവനായ ദൈവം എന്താ ചെയ്തത്? അന്ന് ഫെലിസ്തരെ അങ്ങ് അയച്ചു. ഫെലിസ്തരെ അയച്ച് ഇവർ കൂടും കുടുക്കിയായിട്ടെല്ലാം ഓടേണ്ടി വന്നു. പെട്ടകം പിടിക്കപ്പെട്ടു. കൂടാരമൊക്കെ അഴിച്ചുകൊണ്ട് ഇവർ ഓടുന്ന വഴി കണ്ടില്ല. അതുപോലെ ഓടേണ്ടി വന്നു. ദൈവം അവരെ അപമാന രാഗങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിപ്പിന്ന് പറഞ്ഞ പ്രമാണം കയ്യിലുണ്ട്. അതവർക്കൊക്കെ അറിയാവുന്നതല്ലേ. പക്ഷേ സൗകര്യാർത്ഥം എല്ലാം മറന്നു കളഞ്ഞു. അത് തന്നെയാണ് ഇന്നും നടക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വിശുദ്ധിയുമായി വേർപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ചർച്ചയിൽ പോയി പ്രസംഗിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ആ ചർച്ചിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോടും മുഖം നോക്കും. ഇവൻ ഏതാ ഈ വരത്തന്നെ അവർ നോക്കും. അവരുടെ പാസ്റ്ററും ഭാര്യയും കൂടെ ഒരു നോട്ടമുണ്ട്. അതാണ് ഭയങ്കരം. നമ്മളെ മീറ്റിങ്ങിനൊക്കെ വിളിച്ച ചർച്ചിലെ പാസ്റ്ററും ഭാര്യയും കൂടെ ഒരു ഏറ് കണ്ടിട്ടൊരു നോട്ടമുണ്ട്. പാളിപ്പോയി, വെളിച്ചും പോയി, എന്ത് ചെയ്യും? ആ ഒരു നിലയിലാണ് അവർ ചിന്തിക്കുന്നത്. നമ്മളീ ജനത്തെ വിശുദ്ധിയിൽ നിർത്താൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്താ? വിശുദ്ധി ഇല്ലാത്തവൻ്റെ ആരാധനയൊന്നും ദൈവം സ്വീകരിക്കില്ല. പിന്നെ ആര് സ്വീകരിക്കും? മറ്റേ പുള്ളി സ്വീകരിക്കും. അത്ര തന്നെ. നിന്റെ ആരാധനയൊന്നും ഒരു ദൈവവും സ്വീകരിക്കില്ല. സ്വീകരിക്കണമെങ്കിൽ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. ശുദ്ധീകരണത്തോടു കൂടി ദൈവസന്നിധിയിൽ ആ വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. വിശുദ്ധി സൂക്ഷിക്കണം. ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങൾ വിശുദ്ധരായിരിപ്പിൻ. അതിനാകെയുള്ളൊരു മരുന്ന് ഇത്രയേ ഉള്ളൂ. നമ്മൾ വിശുദ്ധി എവിടെയാണ് തേടുന്നത്? നമ്മൾ വിശുദ്ധി തേടുന്നത് ക്രിസ്തുവിലാണ്. അപ്പം നാം ക്രിസ്തുവിലാകുക എന്നുള്ളതാണ് അതിൻ്റെ മരുന്ന്. വേറൊന്നും ചെയ്യാനില്ല. ഞാനോ കുറയണം അവനോ വളരെയണം. ആ ഒരു നിലയിലേക്ക് എത്തണം. എങ്ങനെയാ? ഞാനോ കുറയണം അവനോ വളരെയണം എന്ന ഒരു നിലയിലേക്ക് എത്തണം. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ, നമ്മൾ ക്രിസ്തുവിലായി കഴിയുമ്പോൾ, വചനത്തിൽ നിലനിൽക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ക്രിസ്തുവിലാകുക എന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഷയാണ്. നിങ്ങളെൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങളെൻ്റെ ശിഷ്യരായി. അങ്ങനെ വചനത്തിൽ നിലനിൽക്കുന്ന ശിഷ്യന്മാർക്കാണ് കർത്താവിനെ ആരാധിക്കാനുള്ള അവകാശം.
അല്ലാതെ എല്ലാവർക്കും ചുമ്മാ ഒന്ന് ആരാധിക്കാൻ പറ്റുമോ? ചുമ്മാ പാട്ട് പാടിയിട്ട് വീട്ടിൽ പോവാം. ദൈവസാന്നിധ്യം നിങ്ങൾ അനുഭവിക്കണം. ദൈവസാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിക്കണം, അല്ലേ? ഇപ്പം ഈ 4 കൂട്ടം കാര്യം പറഞ്ഞല്ലോ, അതിൽ ഏറ്റവും ഗൗരവമായൊരു കാര്യം തന്നെയാണിത്. വിശുദ്ധി വിശദമായി പറയേണ്ട കാര്യങ്ങളല്ലേ, പക്ഷെ ഞാൻ അവിടെ വിടുകയാണ്. അവസാനമായി വിശ്വാസത്തെയാണ്. വിശ്വാസ കണ്ണാലെയാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ വിശ്വാസത്തോടെയാണ് കടന്നു വരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയാണ്. ദൈവസ്നേഹത്താൽ നിറയപ്പെടണം. അങ്ങനെ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടാണ് നമ്മൾ ആരാധനയ്ക്കായിട്ട് കടന്നു വരേണ്ടത്. 2 കൊരിന്ത്യർ ലേഖനം 5:14 പൗലോസ് പറയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അതുപോലെ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് പറയാണ്, ഈ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആർ? അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ആ ദൈവസ്നേഹത്താൽ നാം നിറയപ്പെടേണ്ടതുണ്ട്. ആ അഗാപ്പെ ലവിലേക്ക് നാം എത്തിച്ചേരേണ്ടതുണ്ട്. അതിനാണ് നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ ദൈവം അനുവദിക്കുന്നത്. അങ്ങനെ നമ്മൾ മുൻപോട്ടുള്ള യാത്രയിൽ ആ ദൈവസ്നേഹത്താൽ നിറയപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 36 മുതൽ ഒരല്പം ഒന്ന് വായിച്ചേ. മാത്യു ചാപ്റ്റർ 22 വേഴ്സ് 36 ഓൺവേർഡ്സ്. ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു, ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വായിച്ച കാര്യത്തിൽ എല്ലാം അടങ്ങിയിരിപ്പുണ്ട്. എല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. നമ്മുടെ കർത്താവിനെ നാം സ്നേഹിക്കണം, സേവിക്കണം, എല്ലാം വേണം. 1 യോഹന്നാൻ 3:1, 1 ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 1. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടല്ലാതെ കൊണ്ട് നമ്മെയും അറിയുന്നില്ല. അങ്ങനെ നമുക്ക് ലഭിക്കപ്പെട്ട ആ സ്നേഹത്താൽ നാം നിറയപ്പെടേണ്ടതുണ്ട്. നിറയപ്പെടുമ്പോൾ ആ ദൈവാനുരൂപമായി നാം മാറുകയാണ്. ദൈവസ്നേഹമല്ലേ, അല്ലേ? ദൈവസ്നേഹമാണ്. ആ സ്നേഹവാനായ ദൈവം നമ്മിൽ തൻ്റെ സ്നേഹം ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ നാമും ആ സ്നേഹത്താൽ നിറയപ്പെടണം. എന്നിട്ട് 1 യോഹന്നാൻ 3:16 വായിച്ചേ. അങ്ങനെ ആ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട് കഴിഞ്ഞാൽ 1 യോഹന്നാൻ 3:16, അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്കു വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. ക്രിസ്തു തൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി വെച്ചു തന്നു. ആ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി. എന്നിട്ട് നമ്മോട് പറയാണ്, നാമും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. ഈ 1 യോഹന്നാൻ 3:16 വളരെ കുറച്ച് ആളുകളെ വായിച്ചിട്ടുള്ളൂ. യോഹന്നാൻ 3:16 എല്ലാവരും വായിച്ചിട്ടുണ്ട്, വിശ്വപ്രസിദ്ധമാണ്. 1 യോഹന്നാൻ 3:16 അധികം പേര് വായിച്ചിട്ടില്ല. കാരണം അവിടെ പ്രാണനെ വെച്ചു കൊടുക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും വായിക്കില്ല. ദൈവസ്നേഹത്താൽ നിറയപ്പെടുമ്പോഴാണ് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത്. ദൈവസ്നേഹത്താൽ നിറയപ്പെടുമ്പോൾ. അപ്പോൾ സഹോദരങ്ങളെ മനസ്സിലാക്കുക, നാം ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ഈ 5 കൂട്ടം കാര്യങ്ങൾ നിർബന്ധമാണ്. അവിടെ ധൂപപീഠത്തിൽ 5 കൂട്ടം കാര്യങ്ങൾ നേർമയായി പൊടിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇവിടെ സത്യാരാധനയ്ക്ക് വേണ്ടി കടന്നു വരുന്ന നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ആ ദൈവസ്നേഹത്താൽ നാം ദൈവത്തെ ആരാധിക്കാനായിട്ട് കടന്നു വരണം. അങ്ങനെ നാം ഈ പറയപ്പെട്ട അവസ്ഥകളിലെല്ലാം നിറയപ്പെട്ട് ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരണം. ഇതൊന്നും കാശ് കൊടുത്താൽ കിട്ടുന്ന കാര്യങ്ങളല്ല. കിട്ടുന്ന കാര്യങ്ങളല്ല. ആരെങ്കിലും തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചാലൊന്നും കിട്ടുന്ന കാര്യമല്ല. നാം വചനത്തിൽ നിലനിന്ന ആത്മാവിനെ അനുസരിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണിതൊക്കെ. പരിശുദ്ധാത്മാവ് നമ്മെ ഈ പറയപ്പെടുന്ന അവസ്ഥകളിലൂടെയൊക്കെ നടത്തും. നടത്തി സത്യാരാധനക്കാരാക്കി മാറ്റും. സഹോദരങ്ങളെ, ഞാൻ വാക്കുകളെ ചുരുക്കാം. കഴിഞ്ഞ കുറേ ആഴ്ചകൾ, മാസങ്ങളായി പുതിയ നിയമ ആരാധനയോടുള്ള ബന്ധത്തിൽ നൃത്തമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ തുടങ്ങിയത്. പഴയ നിയമത്തിൽ നൃത്തമുണ്ടോ? അപ്പോൾ അത് നമ്മൾ കണ്ടു. ഇസ്രായേലിലെ സാമാന്യജനം പ്രാകാരവാതിലിന് വെളിയിൽ അവരുടെ ശരീരത്തെ ചലിപ്പിച്ചുകൊണ്ട്, അതിനാണ് നൃത്തം എന്ന് പറയുന്നത്. അങ്ങനെ ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്ന കാര്യം കണ്ടു. എന്നാൽ അവരുടെ പുരോഹിതന്മാരാണ് സമാഗമന കൂടാരത്തിൻ്റെയും യെരുശലേം ദൈവാലയത്തിൻ്റെയും വിശുദ്ധ സ്ഥലത്ത് ധൂപം അർപ്പിക്കുന്നത്. അതാണ് ആരാധന എന്ന് പറയുന്നത്. ഇസ്രായേലിൻ്റെ ആരാധന എന്ന് പറയുന്നത് അതാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതുപോലെ നാം ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. അതിന് നമ്മുടെ ജീവിതം തന്നെ ബലിപീഠത്തിലായിരിക്കണം, സമർപ്പിത ജീവിതമായിരിക്കണം. ആ സമർപ്പിത ജീവിതം ഉള്ളവന് മാത്രമേ ആത്മാവിൽ ആരാധിക്കാൻ കഴിയൂ.
സമർപ്പിത ജീവിതത്തിൻ്റെ ഉടമയ്ക്ക് ആത്മാവിൽ ആരാധിക്കാൻ കഴിയും. അങ്ങനെ സമർപ്പിതനായി വരുന്നവനോടുള്ള ബന്ധത്തിലാണ് അവൻ ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ ഈ 5 കൂട്ടം കാര്യങ്ങൾ നിർബന്ധമാണെന്ന് പറഞ്ഞത്. ആ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ, അതെല്ലാം നിർബന്ധമാണ്. അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുന്നത്. അതിലേതെങ്കിലും ഒരു കാര്യം ഒഴിവാക്കിയാലോ, 4 കൂട്ടമായാലോ? അങ്ങനെയാണെങ്കിൽ മോശയോട് പറയണമായിരുന്നു, 5 കൂട്ടം കാര്യങ്ങൾ ഉള്ളപ്പോൾ 5 വരിക, 4 ഉള്ളപ്പോൾ 4 വരിക. ഇനി ഒന്നും കിട്ടാനില്ലെങ്കിൽ 2 കൂട്ടമെങ്കിലും ആയിട്ട് വന്നങ്ങ് ആരാധിച്ചോളാൻ പറയണമായിരുന്നു. അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. നിർബന്ധമാണ്, കമാൻഡാണ്, ഓർഡറാണ്, കൽപ്പനയാണ്. ഈ പറയപ്പെടുന്ന 5 കൂട്ടം കാര്യങ്ങൾ ധൂപപീഠത്തിൽ നിരത്തിയിരിക്കണം. അങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. അതിൻ്റെ ധൂപമാണ് മുകളിലേക്ക് ഉയരേണ്ടത്. അപ്പോൾ ഈ പറയപ്പെട്ട അവസ്ഥയ്ക്ക് വിരുദ്ധമായ ആരാധനയ്ക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ സുഗന്ധ ധൂപത്തിന് പകരം പുതിയ നിയമ ക്രിസ്ത്യാനിയുടെ ആരാധനയിൽ എന്തായിരിക്കും വെളിപ്പെടുന്നത്? ടയറില്ലേ, ടയർ. ആ ടയർ കത്തിച്ചാൽ എന്ത് മണം വരും? ആ മണമായിരിക്കും വരുന്നത്. സുഗന്ധ ധൂപത്തിന് പകരം ദുർഗന്ധം വെളിപ്പെടും. നാം ജഡത്തിൽ സഞ്ചരിച്ചിട്ട് ഈ പറയപ്പെട്ട നിലയിൽ ആരാധനയ്ക്ക് കടന്നു വന്നാൽ മേൽപ്പറഞ്ഞ വാസനയായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പുതിയ നിയമ ക്രിസ്ത്യാനി വിശുദ്ധ ജീവിതം സൂക്ഷിക്കണം, ദൈവസ്നേഹത്താൽ നിറയപ്പെടണം, ഭക്തിക്കൊത്ത ജീവിതം നയിക്കണം, ദൈവത്തെ ഭയപ്പെടണം. അങ്ങനെയായിരിക്കണം നമ്മുടെ മുൻപോട്ടുള്ള യാത്ര. അപ്പോൾ അങ്ങനെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ അഭ്യസിപ്പിക്കും, പഠിപ്പിക്കും കാര്യങ്ങളൊക്കെ. നോക്കണം, ഇസ്രായേലിൻ്റെ പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് ഭയത്തോടും വിറയലോടും കടന്നു എന്നാണ് ഈ ധൂപം അർപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പുതിയ നിയമ ഭക്തൻ ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ എത്ര ഭയഭക്തിയിലായിരിക്കണം കടന്നു വരേണ്ടത്, എത്ര ഭയഭക്തിയിലായിരിക്കണം. അതുകൊണ്ടല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്, ഈ സ്റ്റേജിനകത്ത് കടന്നു വന്നു നിന്നിട്ട് ഓരോ ആളുകൾ ചാടുകയും ഓടുകയൊക്കെ ചെയ്യുന്ന ആ കാര്യങ്ങൾ, അതൊന്നും ദൈവവചനം പഠിക്കുന്ന ആളുകൾക്ക് അനുവദിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകൻ അവിടെ നിൽക്കുന്നതിൽ തെറ്റില്ല. അദ്ദേഹം ചില കാര്യങ്ങൾ നമ്മളോട് പറയും. പക്ഷേ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ സമർപ്പണത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതാണ് ആരാധന. അല്ലാതെ ഈ പഴമൊക്കെ ഞെക്കിപ്പഴിപ്പിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഈ ശുശ്രൂഷകൻ നമ്മെ ഞെക്കി ആരാധനയിലേക്ക് കൊണ്ടുവരികയല്ല. അങ്ങനെയല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആരാധനയിലേക്ക് നയിക്കുകയാണ്. അതായത് വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നാണ് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകേണ്ടത്. ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് ഒഴുകേണ്ടത്. അല്ലാതെ പുറത്തു നിന്ന് അകത്തേക്കല്ല ഞെക്കിപ്പഴിപ്പിക്കേണ്ടത്. പുറത്തു നിന്ന് അടിച്ച് കയറ്റുകയല്ലെന്ന് അകത്തേക്ക്, ഓർഗനൊക്കെ വെച്ച് അടിച്ച് പറപ്പിച്ച് അകത്തേക്ക് ആത്മാവിനെ കയറ്റുകയല്ല. അതൊന്നുമല്ല പുതിയ നിയമ ആരാധന. നാച്ചുറലാണ് പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത്. നാച്ചുറലാണ്. എങ്ങനെ? നാം ദൈവസന്നിധിയിൽ കടന്നു വന്ന് പുത്രൻ്റെ ക്രൂശിനെ ധ്യാനിക്കുകയാണ്. നമ്മുടെ മണവാളനെ കൺമുമ്പിൽ നിർത്തിക്കൊണ്ട്, ക്രൂശിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കുകയാണ്. അവിടെയാണ് അധരബലം എന്ന സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് നമ്മോട് ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ എല്ലാം ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ധ്യാനത്തിങ്കൽ തീ കത്തുകയാണ്. അങ്ങനെ അങ്ങ് കത്തി കയറുകയാണ്. അത് പരിമള ധൂപാർപ്പണമായിട്ട് മാറുകയാണ്. അങ്ങനെയല്ലേ? ആ ഒരു നിലയിലേക്ക് എത്തിപ്പെടണം. അങ്ങനെ ഒരു നിലയിലേക്ക് എത്തിപ്പെടുകയാണ്. ഇത്ര ശ്രേഷ്ഠമായ ആരാധനയ്ക്ക് വേണ്ടി നമ്മെ തിരഞ്ഞെടുത്തല്ലോ. ഇതൊരു ഭാഗ്യാവസ്ഥയാണ്. അതിനിടയിലാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ തലതിരിഞ്ഞ ആളുകൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ അടച്ചിട്ട് റൂമിലിരുന്ന് ആരും കേൾക്കാതെ ശാന്തമായി പയ്യെ പറഞ്ഞാൽ മതി ദൈവം കേൾക്കുമെന്ന്. ഒറ്റ വാക്യോടെ വായിക്കുക. എസ്രായുടെ പുസ്തകം പയ്യെ കേൾക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഞാൻ നിർത്താൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ പയ്യെ പറഞ്ഞാൽ മതി ദൈവത്തിന് കേൾക്കാം. എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. എസ്രാ ചാപ്റ്റർ 3 വേഴ്സ് 12 and 13. എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ ഈ ആലയത്തിന് അടിസ്ഥാനം ഇട്ട് കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞുപോയി. മറ്റു പലരും സന്തോഷത്തോടെ ഉച്ചത്തിൽ ആർത്തു. അങ്ങനെ ജനത്തിൽ സന്തോഷഘോഷത്തിന്റെ ശബ്ദവും കരച്ചിലിന്റെ ശബ്ദവും തമ്മിൽ തിരിച്ചറിയുവാൻ കഴിയാതെയിരുന്നു. ജനം അത്യുച്ചത്തിൽ ഘോഷിച്ചതുകൊണ്ട് ഘോഷം ബഹുദൂരം കേട്ടു. ചില സമയത്തൊക്കെ അത്യുച്ചത്തിൽ ഘോഷിക്കും. അതിൻ്റെ പേരിൽ ആരും കേസ് കൊടുക്കാനൊന്നും പോയേക്കരുത്. അതെന്തിനാ അത്രയും ഘോഷം? ദൈവത്തിന് ചെവി കേൾക്കില്ലേ? പയ്യെ പറഞ്ഞാൽ പോരെ? പയ്യെ പറഞ്ഞാൽ മതി സഹോദരങ്ങളെ. ഇതിൻ്റെ പശ്ചാത്തലം പഠിക്കേ. ഇസ്രായേൽ ദീർഘകാലം യാഗപീഠമില്ല, ധൂപപീഠമില്ല, ഏഫോദുമില്ല, ഒന്നുമില്ലാതെ അവർ ബാബേലിൽ അടിമകളായിരുന്നു. ദീർഘകാലം അവർ ബാബേലിൽ അടിമകളായിരുന്നില്ലേ? ഒടുക്കം അവരവിടെ നിന്ന് മടങ്ങി വരുന്ന ഒരു കാലമാണ്.
അതായത് മെദോപേർഷ്യയുടെ കാലത്ത് കോരശ് ചക്രവർത്തിയായി വാഴുന്ന സമയം ഇസ്രായേലിന് യെരുശലേം ദേവാലയം പുതുക്കിപ്പണിയാനുള്ള സാവകാശം കൊടുക്കുകയാണ്. അങ്ങനെ അവർ ആലയം പണിയാനായിട്ട് സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ കടന്നു വരുന്നു. അങ്ങനെ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചട്ടം കൂട്ടി. ആദ്യം വലിയ തടസ്സങ്ങളായിരുന്നു, എന്നാൽ പിന്നത്തേതിൽ ആ കാര്യങ്ങളൊക്കെ പരിസമാപ്തിയിലേക്ക് വരികയാണ്. അങ്ങനെ പരിസമാപ്തിയിലേക്ക് വന്ന് അവർ ആലയത്തിന് അടിക്കല്ലിടുകയാണ്. അത് 12-ാം വാക്യത്തിൽ കാണുന്നില്ലേ? എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ ഈ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ട് കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞുപോയി. മറ്റു പലരും സന്തോഷത്തോടെ ഉച്ചത്തിൽ ആർത്തു. മന്ദിരം തകർന്നു കിടക്കുകയാണ്. യെരുശലേം തീ വെച്ച് കിടക്കുകയാണ്. എല്ലാം ചണ്ടിക്കൂമ്പാരമായി കിടക്കുകയാണ്. ആ ചണ്ടിക്കൂമ്പാരത്തിലേക്ക് മടങ്ങി വന്നാണ് അവരിത് പുനഃസൃഷ്ടിക്കുന്നത്. വലിയവനായ ദൈവത്തിൻ്റെ വലങ്കര അവരോട് കൂടെയിരുന്നു. ദൈവം അവരെ മടക്കി വരുത്തി. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. അവർ യെരുശലേമിലേക്കാണ് വന്നിരിക്കുന്നത്. ബാബേലിൽ വെച്ച് ആളുകൾ പാട്ടുപാടാവോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞത്? ഈ അന്യദേശത്ത് സിയോന്റെ ഗീതങ്ങൾ എങ്ങനെ പാടുമെന്നാണ് ചോദിച്ചത്. ഇനി അവരുടെ അധരത്തിൽ പുതുപാട്ടുകൾ വരും. അവർ സിയോനിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഇനി അവരുടെ അധരത്തിൽ പുതുപാട്ടുകൾ വരും, പുതുപാട്ടുകൾ വരും. നിശ്ചയമായും അവർ ദൈവത്തെ ആർപ്പോടെ സ്തുതിക്കും. കാരണം എന്താ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്? പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ജനമാണ്. പ്രവാസത്തിൻ്റെ രുചി എന്തെന്ന് അനുഭവിച്ചവർക്കേ അറിയൂ. ഇസ്രായേൽ അത് അനുഭവിച്ചു. അവർ സ്വാതന്ത്ര്യത്തിൽ ജീവിച്ച ജനമാണ്. പിന്നത്തേതിൽ പ്രവാസത്തിലേക്ക് പോയി, അടിമത്തമായിരുന്നു. അതിൽ നിന്നും മടങ്ങി വന്നു, സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ അവർക്ക് അവരുടെ ദൈവത്തെ വിളിക്കാം. അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുങ്ങിയാണ്. ആ ഒരുങ്ങുന്നത് കണ്ടപ്പോൾ അവരുടെ ഉള്ളം നന്ദി കൊണ്ട് നിറഞ്ഞു. അവരുടെ ഉള്ളം നന്ദി കൊണ്ട് നിറഞ്ഞു. എങ്ങനെ വായിക്കുന്നത്? ജനം അത്യുച്ചത്തിൽ ഘോഷിച്ചതുകൊണ്ട് ഘോഷം ബഹുദൂരം കേട്ടു. അവിടെ യെസ്രായോ മറ്റ് പുരോഹിതന്മാരോ ലേവ്യരോ ആരും ആരെയും ശാസിച്ചില്ല. അയ്യോ, ഇത്രയും ഒച്ച എന്തിനാ? നിങ്ങളുടെ കൂടാരത്തിൽ പോയി ടോയ്ലറ്റ് അടച്ചിട്ട് അതിനകത്തിരുന്ന് ഒച്ച വെച്ചാൽ പോരെ എന്നൊന്നും ചോദിച്ചില്ല. അവർ ഒരുമിച്ച് കൂടിയപ്പോൾ യഹോവയായ ദൈവം അവർക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നന്ദി കൊണ്ട് അവരുടെ ഹൃദയം നിറഞ്ഞു. അവർ ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിച്ചു. ഗ്രാമറൊന്നും നോക്കിയിട്ടല്ലെന്നേ, ഗ്രാമറൊന്നും നോക്കിയിട്ടല്ല. അവർ പ്രവാസത്തിലായിരുന്നു, ശപിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. അവർ നിന്ദാപാത്രങ്ങളായിരുന്നു, പരിഹാസപാത്രങ്ങളായിരുന്നു. യഹോവയായ ദൈവം അവരെ മടക്കി മടക്കി കൊണ്ടുവരികയാണ്. ഘട്ടം ഘട്ടമായിട്ട് ജനം മടങ്ങി വരികയാണ്. ആലയത്തിന് അടിത്തറയിടുകയാണ്. ഇനി അവിടെ യാഗാർപ്പണം, ധൂപാർപ്പണം ഉണ്ടാകും. ആ ധൂപം സ്വർഗത്തിലേക്ക് ഉയരും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം അവരുടെ മേൽ കടന്നു വരും. അതാണ് അവർ ചിന്തിക്കുന്നത്. അതെല്ലാം ഓർക്കുമ്പോൾ ഹൃദയം നന്ദി കൊണ്ട് നിറയാണ്, വീർപ്പ് മുട്ടുകയാണ്. ആ വീർപ്പുമുട്ടൽ ബഹുഘോഷമായിട്ട് പുറത്തേക്ക് വരികയാണ്. ഒരു പുതിയ നിയമ ഭക്തൻ ആരാധനയ്ക്കായി ദൈവസന്നിധി കടന്നു വരുമ്പോൾ പരിജ്ഞാനത്തിൽ തന്നെയാണ് വരുന്നത്. അതേസമയം അവൻ ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ വലിയവനായ ദൈവം ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവൻ നാവെടുത്ത് സംസാരിക്കും. അവൻ അത്യുച്ചത്തിൽ ഘോഷിക്കും. രക്ഷയുടെ പാനപാത്രം ഉയർത്തും. പിന്നെ നിശ്ചയമായും അങ്ങനെയായിരിക്കും. അതാണ് പെന്തക്കോസ്ത്. അതാണ് പെന്തക്കോസ്തിൻ്റെ ആരാധന എന്ന് പറയുന്നത്. അത് ശവക്കോട്ടയിൽ ഇരിക്കുന്ന പോലെയല്ല. എന്നുവെച്ചാൽ ഏതാണ്ട് ചത്ത വീട്ടിലെ അനുഭവം അല്ലെന്ന്. അവിടെ ശബ്ദങ്ങളുണ്ടാകും. അവിടെ ദൈവശക്തി വ്യാപരിക്കും. അവിടെ ചലിക്കുന്ന പ്രാണികളുണ്ടാകും. പ്രാണികൾ ചലിച്ചു തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ജീവജലത്തിൻ്റെ നദി ഒഴുകുകയാണ്. ആ നദി ഒഴുകിക്കഴിഞ്ഞാൽ അവിടെ ചലിക്കുന്ന പ്രാണികളുണ്ടാകും. ആർക്കും തടുക്കാൻ കഴിയില്ല. ഒരുവനും തടുക്കാൻ കഴിയില്ല. ഒരുവനും തടുക്കാൻ കഴിയില്ല. സത്യാരാധനയെ തടുക്കാൻ ആർക്കും കഴിയില്ല. പാഴ്മുറം കൊണ്ട് സൂര്യനെ മറയ്ക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ്. സത്യാരാധനയെ ആർക്കും തടുക്കാൻ കഴിയില്ല. അല്പസമയത്തേക്കൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ ആരാധന അനുസ്യൂതം വെളിപ്പെടും. അത് കാഹളം ധ്വനിക്കുന്നവരെ ആരാധന വെളിപ്പെടും. ഒരുപറ്റം ആളുകൾ മയങ്ങിപ്പോകാം, ഉറങ്ങിപ്പോകാം. എന്നാൽ ഒരു ശേഷിപ്പ്, സത്യാരാധനയ്ക്ക് വേണ്ടി ഒരു ശേഷിപ്പ് എന്നും ഉണ്ടായിരിക്കും, എന്നും ഉണ്ടായിരിക്കും. അവർ വീരന്മാരെ പോലെ ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും. അതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, കഴിഞ്ഞ ദീർഘമായ ആഴ്ചകൾ നമ്മൾ പറഞ്ഞുകൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ പിന്നെയും നിങ്ങൾ ധ്യാനിക്കുക. ആ കാര്യങ്ങൾ നിങ്ങൾ തറവുള്ളവരാകുക, ഉറപ്പുള്ളവരാകുക. പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത് എത്ര ഗൗരവമാണ്. ആ ആരാധനയിലേക്ക് നമ്മെ തിരഞ്ഞെടുത്ത വലിയവനായ ദൈവം എത്ര മഹത്വവാനാണ്. അതൊരു ഭാഗ്യാവസ്ഥയാണ്. ആ ഭാഗ്യാവസ്ഥയോർത്ത് എന്നും നന്ദിയുള്ള ഹൃദയത്തോടെ നാം ദൈവസന്നിധിയിൽ ആയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക്